സിപിഎമ്മിനെതിരെ അണിനിരന്ന് വീണ്ടും കേന്ദ്ര ഏജൻസികൾ. ഇഡിക്ക് പിന്നാലെ ആദായ നികുതി വകുപ്പും. തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് IT വിഭാഗം മരവിപ്പിച്ചു. കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ സിപിഎം നേതാക്കളെ കേന്ദ്രീകരിച്ചുള്ള ഇഡിയുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നതിനിടെയാണ് ആദായ നികുതി വകുപ്പും നടപടി തുടങ്ങിയത്. ആദായ നികുതി റിട്ടേണിൽ ഈ അക്കൗണ്ടിനെ കുറിച്ച് വെളിപ്പെടുത്തിയിരുന്നില്ല എന്നാണ് ഏജൻസികളുടെ വാദം. തിങ്കളാഴ്ച M വർഗീസിനെയും മുൻ MP PK ബിജുവിനെയും ഇഡി വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. ITയുടേത് അറ്റക്കയ്യോ? അക്കൗണ്ട് പൂട്ടിച്ചതെന്തിന്? നടപടിക്രമങ്ങളിൽ വീഴ്ച പറ്റിയതാർക്ക്? IT നടപടി രാഷ്ട്രീയ പ്രേരിതമോ? ഈ ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് വിശദമായ ചർച്ചയ്ക്ക് മുന്നോട്ട് വെക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. അഡ്വക്കേറ്റ് KS അരുൺകുമാർ CPM-ൽ നിന്ന്, ശ്രീ അനിൽ അക്കര കോൺഗ്രസിൽ നിന്ന്, അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ BJP-യിൽ നിന്ന്. CPM-ന്റെ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ MG റോഡ് ശാഖയിലുള്ള അക്കൗണ്ടിലാണ് ഇഡിക്ക് ശേഷം ITയുടെ നടപടി നേരിടേണ്ടി വന്നത്. ഏതാണ്ട് 5 കോടിയോളം രൂപയുടെ നിക്ഷേപമുണ്ടായിരുന്നു. അതിൽ 1 കോടിയോളം രൂപ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിരുന്നു തുടങ്ങിയ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇഡിയുടെ പരിശോധനയ്ക്ക് പിന്നാലെ ITയുടെ പരിശോധന നടന്നു. പാർട്ടിയുടെ ആദായ നികുതി റിട്ടേണുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച വിവരങ്ങളിൽ ഈ അക്കൗണ്ടിന്റെ വിവരങ്ങളില്ല എന്നത് ചൂണ്ടിക്കാട്ടിയാണ് അക്കൗണ്ട് മരവിപ്പിക്കൽ നടപടി എന്നുള്ളതാണ് പ്രാഥമികമായി കിട്ടുന്ന വിവരങ്ങൾ. അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, അങ്ങേക്ക് കേൾക്കാമോ? ഹലോ അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, ഇതാ ഇപ്പോൾ ദേശീയ തലത്തിൽ നോക്കുകയാണെങ്കിൽ ഇഡിയും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ തുടർച്ചയായി കേൾക്കുന്ന ചില നടപടിക്രമങ്ങളുടെ ഭാഗമായി കേൾക്കുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് കേൾക്കുന്ന ചില ആരോപണങ്ങളുണ്ട്. ഒന്ന്, കോൺഗ്രസിന്റെ അക്കൗണ്ട് മരവിപ്പിച്ചതുമായി ബന്ധപ്പെട്ട്, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് അതിൻ്റെയൊക്കെ ഒരു തുടർ നടപടി എന്ന രീതിയിലാണോ CPM-ന്റെ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് മരവിപ്പിച്ച സംഭവത്തെ കാണേണ്ടത്? കാരണം CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് സീതാറാം യെച്ചൂരി പറഞ്ഞത് ഈ നടപടി ദുരൂഹമാണ്, ഇത് വേട്ടയാടാനുള്ള ശ്രമമാണ്, BJPക്ക് ജനങ്ങൾ ഇതിന് മറുപടി നൽകും എന്നുള്ളതാണ്. നിങ്ങൾ ആദ്യം ഈ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിക്കൂ. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ സ്വന്തം മനസാക്ഷിയോട് ചോദിക്കൂ. സീതാറാം യെച്ചൂരി പറഞ്ഞത് ശരിയാണോ? ഇത് വേട്ടയാടലാണോ? ഇത് ഈ കള്ളപ്രചരണമാണ്? ഇത് പ്രതിപക്ഷത്തിന്റെ ഈ വ്യാഖ്യാനങ്ങളുമായി ഇത് പൊരുത്തപ്പെടുമോ? കെജ്രിവാളിന്റെ കാര്യവും കോൺഗ്രസിന്റെ കാര്യവും ഒക്കെ മാറ്റിവെക്കേ. ഇന്നത്തെ സംഭവം എന്താ? കരുവന്നൂരിലെ പാവപ്പെട്ടവന്റെ പണം അടിച്ചു മാറ്റി എന്ന് പറയുന്നത് സീതാറാം യെച്ചൂരിക്ക് നിഷേധിക്കാനാവോ? കരുവന്നൂരിലെ കള്ളപ്പണം, കരുവന്നൂരിലെ സാധാരണക്കാരൻ പാവപ്പെട്ടവന്റെ പണം കള്ളപ്പണമാക്കി CPM നേതാക്കൾ അടിച്ചു മാറ്റിയിട്ടില്ല എന്ന് സീതാറാം യെച്ചൂരിക്ക് അഭിപ്രായമുണ്ടോ? കരുവന്നൂർ വിഷയം ഇത്രയേറെ കത്തിക്കാട്ടിയിട്ട് മാതൃഭൂമിയിലെ പ്രധാനപ്പെട്ട ലേഖകനായ മിസ്റ്റർ ബാബു, എം ബി ബാബു എഴുതിയിട്ടുള്ള, ഞാൻ MB ബാബുവിന്റെ ലേഖനങ്ങളാണ് ഏറ്റവും കൂടുതൽ, MB ബാബുവായിട്ട് ബന്ധപ്പെട്ട വാർത്തയാണ് ഏറ്റവും കൂടുതൽ ഞാൻ വായിച്ചത്. വളരെ വിശ്വാസജനകമായ യാഥാർത്ഥ്യത്തെ തുറന്നു കാട്ടിയ മാതൃഭൂമിയുടെ ലേഖകന് ഞാൻ ആദ്യം അഭിനന്ദനം അർഹിക്കുകയാണ്. അദ്ദേഹം തീർച്ചയായിട്ടും അഭിനന്ദനങ്ങൾക്ക് അർഹിക്കുന്ന വ്യക്തിയാണ്, ആദ്യ മാധ്യമ പ്രവർത്തകൻ. അതേ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ് നിങ്ങൾ. അദ്ദേഹത്തോട് ചോദിക്കൂ. സ്വന്തം പത്രത്തിൽ പ്രവർത്തിക്കുന്ന ആളല്ലേ ശ്രീ B ഗോപാലകൃഷ്ണൻ. അല്ല, അറിവുള്ളവരോട് ചോദിക്കുന്നതിനോടും പറയുന്നതിനുമൊന്നും ഇവിടെ ആർക്കും ഒരു തടസ്സവുമില്ല. സ്വന്തം മനസാക്ഷിയോട് ചോദിച്ച് സ്വന്തം മനസാക്ഷിയുടെ ഉത്തരം കിട്ടുകയാണ് ഒരു ചർച്ചയുടെ പരമമായ ലക്ഷ്യം എന്ന് വിചാരിക്കുകയാണെങ്കിൽ എനിക്ക് 3 പാർട്ടിയുടെയും പ്രതിനിധികളെ വിളിക്കേണ്ട കാര്യമില്ല. ഞാൻ എന്നോട് ചോദിക്കുന്നു, എൻ്റെ ഉത്തരം ഞാൻ പറയുന്നു എന്ന രീതിയിൽ പോയാൽ മതിയല്ലോ. ഞാൻ അങ്ങയോട് ആ കാര്യങ്ങൾ ചോദിച്ചതിന് ശേഷം പറഞ്ഞത് എന്താണ്? ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് സീതാറാം യെച്ചൂരി ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചു എന്നുള്ളത് കൊണ്ടാണ് എന്നു ഞാൻ പറഞ്ഞു. അതങ്ങ് കേൾക്കാഴികയല്ല. പ്രതിപക്ഷ നിരയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ചോദിക്കുന്ന ചോദ്യമല്ലേ ഒരു ചർച്ചയിൽ BJPയുടെ പ്രതിനിധിയോട് ഞാൻ ചോദ്യമായി ഉന്നയിക്കേണ്ടത്? അത് എന്റെ മനസാക്ഷിയോട് ചോദിച്ചാൽ പോരാ, അങ്ങയോടാണ് ചോദിക്കേണ്ടത്. ആദ്യം നിങ്ങളുടെ മനസാക്ഷിയോട് ഒരു കാര്യം ചോദിച്ചിട്ട് വേണം ഇത്തരം കാര്യങ്ങളിൽ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ. ഇനി നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയോടൊക്കെ ചോദിച്ച് ഉത്തരം നേടിയിട്ടുണ്ട്. പക്ഷെ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ 3 പേരെയും വിളിച്ചിട്ടുള്ള ഒരു ചോദ്യമായിട്ടാണ് അത് പറഞ്ഞതെങ്കിൽ അതിന്റെ അർത്ഥതലത്തിൽ തന്നെ സ്വീകരിച്ചുകൊണ്ട് അതിന്റെ ഒരു മറുപടി എന്ന നിലയിൽ ഞാൻ പറഞ്ഞു, കരുവന്നൂരിലെ പാവപ്പെട്ടവരെ CPM നേതാക്കൾ ഇന്ന് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ വെളിയിൽ വന്നപ്പോൾ എന്തുകൊണ്ട് സീതാറാം യെച്ചൂരി ഇടപെട്ടില്ല? എന്തുകൊണ്ട് സീതാറാം യെച്ചൂരി പാവപ്പെട്ടവരുടെ പണം പോയപ്പം ഇടപെട്ടില്ല, സംസാരിച്ചില്ല, അഭിപ്രായം പറഞ്ഞില്ല?
ഇപ്പോ കരുവന്നൂരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ 4 രഹസ്യ അക്കൗണ്ടുകൾ 5 രഹസ്യ അക്കൗണ്ടുകൾ കൃത്യമായിട്ടുണ്ടെന്നും ആ അക്കൗണ്ടുകൾ വഴി കോടികളുടെ പണമാണ് അടിച്ചു മാറ്റിയതെന്നും വളരെ കൃത്യമായിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിൽ മാതൃഭൂമി ദിനപത്രം വെളിയിൽ കൊണ്ടുവന്നതിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പൊ ആ രേഖകളുടെ അടിസ്ഥാനത്തിൽ പണം അടിച്ചു മാറ്റിയ കാര്യം വളരെ കൃത്യമായി മാതൃഭൂമി പത്രം മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ ഏജൻസികളും അതുമായി ബന്ധപ്പെട്ട ആളുകൾ മനസ്സിലാക്കി. സ്വാഭാവികമായിട്ടും നടപടി ഉണ്ടാവുന്നു. ആ നടപടി ഏതെങ്കിലും പ്രതിപക്ഷത്തിനെതിരായിട്ടുള്ള നടപടിയല്ല. CPM-ന്റെ എറണാകുളം കമ്മിറ്റിയോ, ഒരു മിനിറ്റ് ഞാൻ തീർക്കാം, ഒന്ന് ക്ഷമിക്കണം. CPM-ന്റെ എറണാകുളം കമ്മിറ്റിയോ CPM-ന്റെ ആലപ്പുഴ കമ്മിറ്റിയോ പിരിച്ചുവിട്ടിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ട് മരവിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ആദ്യം ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു, സീതാറാം യെച്ചൂരി ആദ്യം ചെയ്യേണ്ടത് തൃശൂർ ജില്ലാ CPM കമ്മിറ്റി പിരിച്ചുവിടുക എന്ന് മാത്രമല്ല, കരുവന്നൂരിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന നടപടിക്ക് പിന്തുണ നൽകുക. മാന്യനായ ഒരു തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ നേതാവാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് കള്ളപ്പണത്തിനെതിരെ സംസാരിക്കുന്ന അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടു. ഞാൻ അതിനും കൂടി ഒരു വരി പറഞ്ഞിട്ട് ഞാനങ്ങ് നിർത്തിയേക്കാം. ഈ കള്ളപ്പണത്തിനെതിരെ സംസാരിക്കുന്ന ആളെന്ന നിലയിൽ ആദ്യം അദ്ദേഹം ചെയ്യേണ്ടത് സ്വന്തം പാർട്ടിയിലെ കള്ളപ്പണ രാജാവായ AC മൊയ്തീനും കരുവന്നൂരിലെ വെള്ളാനയായ MK കണ്ണനും എതിരായി നടപടി സ്വീകരിക്കണം. എന്തിനാണ് മുഖ്യമന്ത്രി ഓടിക്കതച്ച് 2018 ശേഷം ഇന്ന് വരെ അഴീക്കോട് മന്ദിരത്തിൽ വന്നിട്ടില്ല? 2018 ശേഷം ഓടിക്കതച്ച് എന്തിനു വന്നു? മുഖ്യമന്ത്രി മറുപടി പറയണം, മറുപടി പറയിപ്പിക്കണം സീതാറാം യെച്ചൂരി. ഗോപാലകൃഷ്ണൻ, ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം. അങ്ങ് എത്രയും പെട്ടെന്ന് തത്സമയം ഈ ചർച്ചയിൽ ജോയിൻ ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുകയും ചെയ്യുന്നത്. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, പണം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല. അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ ഉന്നയിച്ച കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത്. എന്റെ മനസാക്ഷി ചോദ്യമോ ഉത്തരമോ അല്ല എന്നുള്ളത് അങ്ങയോടും മറ്റു പാനലിസ്റ്റുകളോടും കൂടി പറയട്ടെ. ഒന്ന്, പണം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിൽ CPM-ന് തെറ്റുപറ്റിയിട്ടില്ല എന്നും കരുതേണ്ട കാര്യമില്ല. കാരണം ആ തെറ്റുകളെ അംഗീകരിച്ചിട്ടില്ല എന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വരെ പറയുന്നുണ്ട്. പണം നഷ്ടപ്പെട്ടപ്പോൾ സീതാറാം യെച്ചൂരി ഇടപെട്ടോ? സാധാരണഗതിയിൽ കേരളവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുന്ന സമയത്ത് പരമാവധി അദ്ദേഹം പറയുന്നൊരു മറുപടി എന്ന് പറയുന്നത് കേരളത്തിലെ കാര്യങ്ങൾ കേരളത്തിലെ നേതാക്കൾ പരിഹരിച്ചുകൊള്ളും എന്ന രീതിയിലാണ്. അപ്പോൾ അങ്ങനെ പണം നഷ്ടപ്പെട്ട, അതിൽ പാർട്ടിക്ക് ചില പങ്കുണ്ട്, അല്ലെങ്കിൽ പാർട്ടിയുടെ ചില നേതാക്കൾക്ക് തെറ്റുപറ്റി എന്ന് പാർട്ടി തന്നെ വിലയിരുത്തുന്ന ഒരു സംഭവത്തിൽ അന്വേഷണ ഏജൻസികൾ സ്വീകരിച്ച സ്വാഭാവിക നടപടിയാണോ CPM രാഷ്ട്രീയ പ്രതികാരം എന്ന രീതിയിൽ ചിത്രീകരിച്ചു കാണിക്കാൻ ശ്രമിക്കുന്നത്? മധു, ഇവിടെ ED നടത്തിക്കൊണ്ടിരിക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ, ആ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ടുള്ള ചോദ്യം ചെയ്യൽ, സമൻസ് അയക്കൽ, ആ വാർത്തകൾ മാധ്യമങ്ങൾക്ക് കൃത്യമായിട്ട് അറിയിക്കൽ, അത് ചർച്ച ചെയ്യൽ, അതിൻ്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ വരെ വലിയ തരത്തിൽ അത് ഉപയോഗിക്കൽ, അത്തരത്തിലുള്ള പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ED ആണ്. ഇപ്പോൾ CPM-ന്റെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ആദായ നികുതി വകുപ്പാണ്. ഇത് രണ്ടാണല്ലോ. ഇപ്പോൾ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിക്കുന്നു. രാത്രി 10 മണി വരെ ആ ചോദ്യം ചെയ്യൽ നീണ്ടു നിൽക്കുന്നു. അതിൻ്റെ ഇടയിൽ, ആ ചോദ്യം ചെയ്യലിൻ്റെ ഇടയിൽ തന്നെ ആദായ നികുതി വകുപ്പ് കയറി വരുന്നു. 2-3 ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് തന്നെ CPM തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പോയി അക്കൗണ്ട് കാര്യങ്ങൾ ചോദിക്കുന്നു. ഇന്ന് ഉച്ചയോടുകൂടി അത് അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇത് രണ്ടാണ്. ഒരിക്കലും അത് കൂട്ടിക്കലർത്തിക്കൊണ്ടുള്ള ഒരു ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്. കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നടക്കാൻ പറ്റാത്ത സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. നിരവധി ആളുകൾക്ക് അവർ ഇട്ട പണം പിൻവലിക്കാൻ കഴിയാതെ വന്നിട്ടുണ്ട്. പണം നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. അവിടെ ക്രൈംബ്രാഞ്ച് 27 കേസുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി. ഒരു ഘട്ടത്തിൽ ED കേസന്വേഷണം ഏറ്റെടുത്തു. ED-യും അത് അന്വേഷണം പൂർത്തീകരിച്ച് 56 പേർക്കെതിരെ കുറ്റപത്രം കൊടുത്തു. ആദ്യഘട്ട കുറ്റപത്രം എന്നതാണ് ED വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയ 3-4 പ്രതികളെ കൂടി ED പ്രതിയായിട്ട് ഉൾപ്പെടുത്തി. ഇതെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അതിൻ്റെ ഭാഗമായി CPM-ന്റെ നേതാക്കന്മാരെ ഇടയ്ക്കിടയ്ക്ക് ചോദ്യം ചെയ്യാൻ വിളിക്കും. വൈകുന്നേരം രാത്രി വരെ ഇരുത്തും. എന്നിട്ട് ഇത്ര മണിക്കൂർ ചോദ്യം ചെയ്തു എന്ന് പറയും. പിന്നെ 1 മാസത്തേക്ക് റെസ്റ്റാണ്, 1 മാസത്തേക്ക് വിളിക്കില്ല.
തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഘട്ടം വന്നപ്പോൾ വീണ്ടും വിളിക്കുന്നു. ആ അന്വേഷണം കരിവണ്ണൂറുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോവുകയാണ്. അവിടെ CPM-ന്റെ നിലപാട് വ്യക്തമാണ്. സഹകരണ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന്റെ കരുത്താണ്, സംസ്ഥാനത്തിന്റെ കരുത്താണ്. ഒരു നിക്ഷേപകന്റെയും പണം നഷ്ടപ്പെടാൻ പാടില്ല. ഏറ്റവും വിശ്വാസപരമായി ഒരാൾ ജനിച്ച് അവന്റെ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി സഹകരണ പ്രസ്ഥാനങ്ങളെ ആശ്രയിച്ച് തന്നെയാണ് കേരളത്തിലെ ഓരോ സഹകാരിയും മുന്നോട്ട് പോകുന്നത്. ജനനം, അതുപോലെ വിവാഹം, മറ്റാവശ്യങ്ങൾ, പഠനം, കൃഷി, എല്ലാ ആവശ്യത്തിനും സഹകരണ ബാങ്കുകളെ ആശ്രയിച്ചു പോകുന്നു. അടുത്ത കാലത്ത് ഒരു 10-20ഓളം ബാങ്കുകൾ കേരളത്തിൽ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ വന്നു. ആര് ഭരിച്ചാലും സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കാനുള്ള അല്ലെങ്കിൽ അതിൽ അഴിമതി നടത്തുന്ന എല്ലാ തരത്തിലുള്ള നീക്കങ്ങളെയും അതിശക്തമായി തന്നെ CPM എതിർത്തിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ആദായ നികുതി വകുപ്പ് CPM-ന്റെ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ അത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ്. ആ ബാങ്ക് ഇപ്പൊ ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM ജില്ലാ കമ്മിറ്റി ഒരു കസ്റ്റമർ മാത്രമാണ്. ആ കസ്റ്റമർ കൃത്യമായി KYC കൊടുത്ത് പാൻ കാർഡ് ലിങ്ക് ചെയ്യിച്ചുള്ള ഒരു അക്കൗണ്ട്. ആ അക്കൗണ്ടിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ലെവി, പാർട്ടിയുടെ സംഭാവന, ദേശാഭിമാനി കളക്ഷൻ, ദേശാഭിമാനി പത്രം വരിക്കാരെ ചേർക്കുന്ന വാർഷിക വരിക്കാരെ വരിച്ച് അതെല്ലാം അക്കൗണ്ടിൽ വരും. അത് കൃത്യമായി പാൻ കാർഡുമായി ലിങ്ക് ചെയ്ത് ഓരോ വർഷവും തെരഞ്ഞെടുപ്പ് കമ്മീഷന് കണക്ക് കൊടുത്ത് ആ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുക്കുന്ന കണക്കിന്റെ കോപ്പി കൃത്യമായി ആദായ നികുതി വകുപ്പിന് കൊടുത്ത് 24A പ്രകാരമുള്ള എക്സംഷൻ എല്ലാം വാങ്ങിക്കുന്ന അക്കൗണ്ടാണ്. അതുകൊണ്ട് CPM പറയുന്നു CPM-ന്റെ കേരളത്തിലുള്ള മുഴുവൻ അക്കൗണ്ടും പാൻ കാർഡ് ലിങ്ക് ചെയ്തിട്ടുണ്ട്. ആദായ നികുതി വകുപ്പിന് കൃത്യമായി വിവരങ്ങൾ കൊടുക്കുന്നുണ്ട്. അതേപോടൊപ്പം തന്നെ ഇലക്ഷൻ കമ്മീഷന് കണക്ക് കൊടുക്കുന്നുണ്ട്. ഒരു തരത്തിലും വസ്തുതാപരമായ വിവരം മറച്ചു വെച്ചിട്ടില്ല. ഒരു സംശയമില്ലാതെ ഒരു ചോദ്യം ഉന്നയിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ മരവിപ്പിക്കപ്പെട്ട ഈ അക്കൗണ്ടിലെ വിവരങ്ങൾ ആദായ നികുതി റിട്ടേണിൽ സമർപ്പിച്ചിട്ടുള്ളതാണ് വിവരങ്ങൾ അല്ലേ എന്നാണ് CPM-ന്റെ വാദം. 100% കേരളത്തിൽ അതെ ഈ അക്കൗണ്ട് ഉൾപ്പെടെ 14 ജില്ലാ കമ്മിറ്റിയുടെയും സംസ്ഥാന കമ്മിറ്റിയുടെ ഒക്കെ എല്ലാ അക്കൗണ്ടും ലിങ്ക് ചെയ്തിട്ടുണ്ട്. ശരി. ശ്രീ അനിലക്കര, കള്ളപ്പണത്തിന്റെ രാജാവും കരുവന്നൂരിലെ വെള്ളാനയും CPM എന്നൊരു പാർട്ടിയിലുണ്ട് എന്നുള്ളതാണ് BJP-യുടെ ആരോപണം. കോൺഗ്രസ് അത് ശരിവെക്കുന്നുണ്ടോ? കോൺഗ്രസിന്റെ അക്കൗണ്ട് മരവിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ നടന്നപ്പോൾ കൂലിക്ക് പണിയെടുക്കുകയാണ് ED BJP-ക്ക് എന്നുള്ളതായിരുന്നു CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം. നിങ്ങൾ ഈ സമയത്ത് CPM-നോട് ചേർന്ന് നിൽക്കുന്നുണ്ടോ? അതോ കരുവന്നൂരിൽ നിങ്ങൾ വലിയ തോതിലുള്ള സമരം മുന്നോട്ട് വെച്ചതുകൊണ്ട് ED-യുടെ ഈ നടപടിയെ, ഇൻകം ടാക്സിന്റെ ഈ നടപടിയെ നിങ്ങൾ ശരിവെക്കുന്നുണ്ടോ? എത്ര കാലമായി എന്നുള്ളത് 2020 ശേഷം അല്ലെങ്കിൽ ഈ കേസ് ഇരിഞ്ഞാലക്കുട പോലീസ് രജിസ്റ്റർ ചെയ്യുന്ന 2021 മുതലുള്ള 24 വരെയുള്ള ഈ കാലഘട്ടത്തിൽ മാതൃഭൂമിയും ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമങ്ങളും വളരെ സവിസ്തരം നടത്തിയ ചർച്ചകളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ആ ചർച്ചകളുമായി ബന്ധപ്പെട്ട് അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മളിത് വീണ്ടും ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് അരുൺകുമാർ പറഞ്ഞതുപോലെ 56-57 പ്രതികളായിട്ടുള്ള ED-യുടെ ഒന്നാമത്തെ കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞു. അതുവരയ്ക്ക് ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള ഇടപെടലുകളും അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നില്ല. രണ്ടാമത്തെ ഘട്ടത്തിലേക്കുള്ള കുറ്റപത്രവും അതിൻ്റെ അന്വേഷണവും ഇഴഞ്ഞു നീങ്ങുകയാണ്. ഞാനിതിൽ പിന്നീട് കടന്നു വരാം. അപ്പോൾ രണ്ടാമത്തെ ഘട്ടത്തിലുള്ള കുറ്റപത്രം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല, അതിൻ്റെ അന്വേഷണം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ ബെഞ്ച് തന്നെ കൃത്യമായി പറഞ്ഞു ED എന്താണ് ചെയ്യുന്നത്, ഈ അന്വേഷണം അവസാനിപ്പിക്കണ്ടേ, അടിയന്തരമായി തീർക്കണമെന്നുള്ള കമൻറ്റുകളൊക്കെ കോടതിയുടെ ഭാഗത്ത് നമ്മൾ കണ്ടതാണ്. അതിനിടയിലാണ് ആദായ നികുതി വകുപ്പ് ED നൽകിയ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ ഇലക്ഷൻ കമ്മീഷനും അതുപോലെ തന്നെ ആദായ നികുതി വകുപ്പിനുമൊക്കെ ED ചില അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൊടുക്കുന്നത്. ഈ കരുവന്നൂർ ബാങ്കിലെയും അതുപോലെ തന്നെ കുട്ടനല്ലൂർ ബാങ്കിലെയും ഈ കുറുക്കഞ്ചേരി ബാങ്കിലെയും അങ്ങനെ 13ഓളം ബാങ്കുകളിലെ മായി ബന്ധപ്പെട്ടുള്ള അക്കൗണ്ടുകളുടെ വിവരങ്ങൾ, അതോടൊപ്പം തന്നെ ഇവരുടെ കയ്യിലുള്ള നാഷണലൈസ്ഡ് ബാങ്കുകൾ, ദേശസാൽകൃത ബാങ്കിലെ അക്കൗണ്ടുകളൊക്കെ കൃത്യമായി നോക്കി അതിൻ്റെ ഒരു റിപ്പോർട്ട് IT വിഭാഗത്തിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൊടുത്തു എന്നുള്ളതാണ് പത്രങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞതുപോലെ ചില അക്കൗണ്ടുകൾ, അത് ഈ പറഞ്ഞ IT വിഭാഗത്തിന് അല്ലെങ്കിൽ ഇൻകം ടാക്സ് വിഭാഗത്തിന് ഓഡിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് സമർപ്പിച്ച സമയത്ത് ചില വിവരങ്ങൾ അതിനകത്ത് ഒഴിവായി എന്നുള്ളതാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിൻ്റെ ഇടയിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ദിവസമോ അതിൻ്റെ തലേ ദിവസമോ, പ്രഖ്യാപിച്ച ദിവസമാണെന്നാണ് തോന്നുന്നത്, അതിന് മുമ്പ് ഏതാണ്ട് വലിയ സംഖ്യകൾ മാറിയിട്ടുണ്ട്. ആ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്ത് ഒരു വലിയ തുക മാറാൻ ചെന്ന സമയത്ത് ആ ബാങ്കിലെ മാനേജർ തന്നെ പറഞ്ഞു തെരഞ്ഞെടുപ്പ് പെരുമാറ്റ
അല്ല, എനിക്ക് അവരുടെ ബാങ്കിൻ്റെ ക്രയവിക്രയം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. നമുക്ക് അറിഞ്ഞ അറിവ് മാത്രമാണുള്ളത്. അപ്പോൾ ആ സംഖ്യ മാറുന്നത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ ആ ബാങ്ക് മാനേജറെ ഭീഷണിപ്പെടുത്തിയാണ് ആ സംഖ്യ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറിയിട്ടുള്ളത്. സ്വാഭാവികമായൊരു ദേശസാൽകൃത ബാങ്കിലെ ഒരു മാനേജറെ സംബന്ധിച്ചിടത്തോളം CPM-ൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും ഏതാണ്ട് 100 മീറ്റർ അകലെയാണ്, നേരെ നിന്നാൽ നോക്കി കാണാൻ കഴിയുന്ന ഒരു ഓഫീസാണ്. സ്വാഭാവികമായും ആ മാനേജറുടെ മുന്നിലുള്ള വഴി എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ബന്ധപ്പെട്ട ആളുകളെ അറിയിക്കുക എന്നുള്ളതാണ്. ഈ സംഭവം നടന്നത് ഇന്നോ ഇന്നലെയോ അല്ല. നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ആ ദിവസങ്ങളിലാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് താൽക്കാലികമായ മരവിപ്പ് നടന്നിട്ട് കുറേ ദിവസമായി. അത് പിണറായി വിജയൻ തൃശ്ശൂരിൽ വന്ന ആ 1-2 ദിവസം ഇനി അതിനകത്ത് ട്രാൻസാക്ഷൻ നടത്തരുത് എന്നുള്ള നിർദ്ദേശം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ബാങ്കിന് കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അത് ഇന്നത്തോടു കൂടി പൂർണ്ണമായും അത് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് വളരെ കൃത്യമാണ്. കരിവന്നൂർ ബാങ്കുമായി ബന്ധമില്ല എന്ന് അരുൺകുമാർ അല്ല, ഞാൻ പറഞ്ഞു വരട്ടെ. കരിവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയമല്ല എന്ന് അരുൺകുമാറിനെ ഒഴിയാൻ കഴിയില്ല. ഈ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കരിവന്നൂർ ബാങ്കിലെ പണം ഉൾപ്പെടെ അതിനകത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് മറ്റ് സംസ്ഥാനങ്ങൾ നടക്കുന്ന പോലെയുള്ള ഒരു വിഷയമല്ല. കരിവന്നൂർ ബാങ്കിലെ അഴിമതിയും കരിവന്നൂർ ബാങ്കിലെ ക്രമക്കേടും ഒക്കെ കണ്ടുപിടിച്ചത് സംസ്ഥാന ആഭ്യന്തര വകുപ്പാണ്. ഇരിഞ്ഞാലക്കുട പോലീസാണ് ആദ്യത്തെ FIR രജിസ്റ്റർ ചെയ്യുന്നത്. തുടരന്വേഷണം നടത്തിയത് സ്റ്റേറ്റ് ക്രൈം ബ്രാഞ്ചാണ്. സതീഷ് കുമാറിൻ്റെ കയ്യിലേക്ക് എത്തിയപ്പോഴാണ് ഈ അന്വേഷണം നിലച്ചു പോയത്. അപ്പോഴാണ് ED കടന്നു വരുന്നത്. EDക്കും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ ഈ കേസ് ഏറ്റെടുക്കാനുള്ള സാഹചര്യത്തിലേക്ക് പോയത് CPM തന്നെയാണ്. അത് മറ്റ് കെജ്രിവാളിൻ്റെ അറസ്റ്റുമായോ കേരളത്തിന് പുറത്തുള്ള മറ്റ് സ്റ്റേറ്റിലെ BJP ഇതര നേതാക്കന്മാർ അറസ്റ്റുമായി ബന്ധപ്പെട്ടല്ല. നമുക്കറിയാലോ, അരുൺകുമാറിന് കൃത്യമായിട്ട് അറിയാലോ ED എങ്ങനെയാണ് കേസെടുക്കുന്നത്. ഇവിടെ FIR ഉണ്ടായാൽ മാത്രമേ പിണറായി വിജയന്റെ FIR-ന്റെ തുടർച്ചയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഉത്തരവാദിത്തം മുഴുവൻ CPM-നാണ്. ശരി, ശ്രീ അനിലക്കര. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, ഈ മരവിപ്പിക്കപ്പെട്ട അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് ആദായ നികുതി റിട്ടേണിൽ ഒരു വീഴ്ചയും വന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു തർക്കത്തിനും സംശയത്തിനും ഇട നൽകാതെ അഡ്വക്കേറ്റ് KS അരുൺകുമാർ സുവ്യക്തമായി പറയുന്നത്. അത്തരത്തിൽ ഒരു ക്രമക്കേടുമില്ലാത്ത വളരെ സുതാര്യമായ നിയമപ്രകാരം നടക്കുന്ന അക്കൗണ്ടുകളിലേക്ക് ED-യുടെ നടപടി എത്തുന്നുണ്ടോ? അല്ല, അങ്ങനെയാണെങ്കിൽ അതിന് നിയമ നടപടികൾ സ്വീകരിക്കാമല്ലോ. മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ആ നിയമ നടപടി സ്വീകരിക്കട്ടെ. ഇതുവരെ സ്വീകരിച്ച് കണ്ടില്ലല്ലോ. ഇതുവരെ ഈ വിഷയത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒഫീഷ്യലായിട്ടുള്ള അഭിപ്രായം തൃശ്ശൂർ വന്നില്ലല്ലോ. ഞാനൊരൊറ്റ കാര്യം മാത്രം തിരിച്ചു ചോദിക്കാം. കുറച്ചു നേരമായി അദ്ദേഹം കരിവന്നൂർന്ന് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന് പൊള്ളി. അപ്പൊ ഞാനൊരു കാര്യം തിരിച്ചു ചോദിക്കുക. ഈ കരിവന്നൂരിൽ സാധാരണക്കാരന്റെ പണം അടിച്ചു മാറ്റിയ ആളുകൾ കരിവന്നൂരിൽ മാത്രമല്ല മറ്റേ കുട്ടനല്ലൂരും അതുപോലെ അയ്യന്തോൾ ബാങ്കിലും ഒക്കെ കൊടുങ്ങല്ലൂർ ബാങ്കിലും ഒക്കെ പണം അടിച്ചു മാറ്റിയ പണം തട്ടിച്ച ആള് അദ്ദേഹത്തെ തന്നെ, അതായത് കരുവന്നൂരിലെ വെള്ളാന അറിയപ്പെടുന്ന MK കണ്ണനെയാണ് സുനിൽകുമാർ എന്ന് പറയുന്ന ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയുടെ താക്കോൽ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. 1. 2, അദ്ദേഹം പറഞ്ഞല്ലോ ഞങ്ങൾ കൃത്യമായിട്ടുള്ള പാൻ കാർഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ഒരു ചോദ്യം തിരിച്ചു ചോദിക്കാം. ജില്ലാ സെക്രട്ടറി ആണല്ലോ പണം പിൻവലിച്ചത്. എല്ലാ അക്കൗണ്ടുകളുടെയും ഇത്തരം കാര്യങ്ങൾ നോക്കുന്ന ജില്ലാ സെക്രട്ടറി ആണല്ലോ. ആ ജില്ലാ സെക്രട്ടറിക്ക് പാൻ കാർഡ് ഉണ്ടോ? നിങ്ങളുണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ജില്ലാ സെക്രട്ടറിക്ക് അക്ഷര വിദ്യാഭ്യാസം ഇല്ലാത്ത ആളല്ല. അദ്ദേഹത്തിന്റെ വീട്ടില് നീതി ന്യായ നിർവഹണത്തിലെ ഉന്നത മേഖലയിലിരിക്കുന്ന ആളുകളുള്ളതാണ്. ആ ജില്ലാ സെക്രട്ടറിക്ക് പാൻ കാർഡ് ഉണ്ടോ? പാൻ കാർഡ് ഇല്ല. എന്തുകൊണ്ടാ കാരണം? അദ്ദേഹം നടത്തുന്ന ട്രാൻസാക്ഷൻ പാൻ കാർഡിൽ കൂടെ വെളിയിൽ വരാൻ പാടില്ല. അവിടെയാണ് കള്ളപ്പണത്തിന്റെ എല്ലാ സാധനവും വെളിയിൽ വരാതെ സൂക്ഷിക്കുന്നത്. അദ്ദേഹം നടത്തുന്ന ട്രാൻസാക്ഷൻസ് ഒന്നും പാൻ കാർഡുമായി ബന്ധപ്പെട്ടതല്ല. മാത്രമല്ല, ഈ രഹസ്യ അക്കൗണ്ടിൽ നിന്ന് പണം വന്നിരിക്കുന്നു അവരുടെ അക്കൗണ്ടിലേക്ക്. എവിടുന്ന് വന്നു ഈ പണം? എങ്ങനെ വന്നു ഈ പണം? ഈ ചോദ്യവുമായി ബന്ധപ്പെടുമ്പോൾ IT റിട്ടേൺ കൊടുത്തിട്ടില്ല ഈ പണത്തിന്. അപ്പോ സ്വാഭാവികമായും ആദായ നികുതി ആളുകൾ ആ കാര്യത്തിൽ ചോദ്യം ചെയ്യും. IT റിട്ടേൺ സമർപ്പിക്കണം. ഒരു രാഷ്ട്രീയ പാർട്ടി ആയാലും ആരായാലും ശരി. എത്ര രൂപ വന്നു, എത്ര രൂപ കൊടുത്തു, ആ കൊടുത്തതിനും വന്നതിനും കണക്കുണ്ടാവണം. ആ കൊടുത്തതിനും വന്നതിനും കണക്കുണ്ടാവുമ്പോഴാണ് കൃത്യമായിട്ടുള്ള നിയമപരമായ ഡൊണേഷനാണ് അല്ലെങ്കിൽ നിയമപരമായ
അക്കൗണ്ടിലെ ഇടപാടുകളാണ് എന്ന് കാണുക. ഓക്കെ, നിയമപരമല്ലാത്ത അക്കൗണ്ടുകൾ നടന്നിരിക്കുന്നു. ശരി ശരി. അതുകൊണ്ടാണ് അടുത്ത ഞാൻ ബി പറഞ്ഞത്. ഗോപാലകൃഷ്ണൻ ഒരു പ്രശ്നമുള്ളത്, അപ്പോൾ അങ്ങ് ഒരു ചോദ്യം ചോദിച്ചത് നിയമ നടപടി സ്വീകരിക്കാമല്ലോ, എന്തുകൊണ്ട് അതിന് പോകുന്നില്ല എന്നുള്ളതാണ്. ഞാൻ അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാറിലേക്ക് ആ ചോദ്യം അങ്ങനെ തന്നെ കൊടുക്കാൻ തയ്യാറാണ്. അതിനു മുമ്പ് എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, അങ്ങയോട് ചോദിക്കാനുള്ളത്, നിയമ നടപടിയിലേക്ക് പോകാം, അക്കൗണ്ട് ഫ്രീസ് ചെയ്തതുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കാം, അതിൽ നിന്ന് വിടുതൽ വാങ്ങാം, പക്ഷെ അതിനൊക്കെ ചില കാലതാമസം ഉണ്ടാകും എന്ന കാര്യം അങ്ങേക്കും അറിവുള്ളതാണ്. തിരഞ്ഞെടുപ്പ് കാലമാണ്. 1 കോടി രൂപ പിൻവലിച്ചതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് CPM പറയുന്നത് തിരഞ്ഞെടുപ്പ് കാലമല്ലേ, തിരഞ്ഞെടുപ്പ് ചെലവില്ലേ, പാർട്ടി അക്കൗണ്ടിൽ നിന്നല്ലേ പണം എടുക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ആ തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രതിപക്ഷ പാർട്ടികളെ സാമ്പത്തികമായ പ്രതിരോധത്തിൽ നിർത്തുക എന്ന് പറയുന്ന ഒരു അജണ്ട ഇതിനുണ്ടോ? അല്ല, ഈ പ്രതിപക്ഷ പാർട്ടി മത്സരിക്കുന്നത് തൃശ്ശൂർ മാത്രമാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും പ്രതിപക്ഷ പാർട്ടി പ്രവർത്തിക്കുന്നില്ലേ? CPM സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടില്ലേ? ഇടതുപക്ഷം സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ലേ? ഈ കേരളത്തിൽ മാത്രം, സോറി, ഈ തൃശ്ശൂർ മാത്രം അല്ലല്ലോ. അപ്പൊ തൃശ്ശൂരിനെന്താ പ്രത്യേകത? വളരെ കൃത്യമല്ലേന്ന്. ഇത് കള്ളപ്പണത്തിന്റെ അഴീക്കോടൻ മന്ദിരം എന്നാണ് തൃശ്ശൂരിലെ CPM കേന്ദ്രത്തിന്റെ പേര്. ആ പേര് മാറി, ഇന്നത് കള്ളപ്പണ മന്ദിരം എന്നാണ്. അവിടെ ഒരു സെക്രട്ടറി ഉണ്ടായിരുന്നു, മാമുക്കുട്ടി. ആ മാമുക്കുട്ടിയുടെ കാലത്തൊക്കെ വളരെ കൃത്യമായ കണക്കുകളും വളരെ അന്തസ്സായ ഒരു സമീപനവുമായിരുന്നു. മാമുക്കുട്ടിക്ക് ശേഷം ചാവക്കാടുള്ള മാഷായിരുന്നു. ആ മാഷ് എത്രയോ അന്തസ്സായിട്ടാണ് ഈ കണക്കുകളും അതുപോലെയുള്ള കാര്യങ്ങളും ചെയ്തത്. അവര് സംസ്ഥാന കമ്മിറ്റി അംഗമാണ് അദ്ദേഹം. അതിനുശേഷം വന്ന മൊയ്തീന്റെ കാലത്താണ് മദ്യമാഫിയയിൽ നിന്ന്, കരിങ്കൽ കോറി മാഫിയയിൽ നിന്ന്, ലോകത്തുള്ള സകല മാഫിയയിൽ നിന്ന് പണം സ്വീകരിച്ചും ഫണ്ട് സ്വീകരിച്ചും കോടികളുടെ തട്ടിപ്പും ചെയ്തത്. മരുമകൻ, അദ്ദേഹത്തിന്റെ മരുമകൻ, ആ മരുമകൻ കോടികളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എവിടുന്നാണ് ഈ കോടി? ഈ കരുവന്നൂരിലെ അടക്കമുള്ള തട്ടിപ്പിന്റെ കോടിയാ. അടുത്ത ആരോപണങ്ങളാണ്. അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ മറുപടി പറയും എന്ന് ഞാൻ വിചാരിക്കുന്ന രംഗിലേക്ക് വരികയുമാണ്. ശരി, അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ പെട്ടെന്ന് ജോയിൻ ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരിക്കൽ കൂടി പറയുന്നു എന്നേ ഉള്ളൂ. ശരി, ശ്രീ കെ എസ് അരുൺകുമാർ, നിയമ നടപടി സ്വീകരിക്കാൻ നിങ്ങൾ വൈകുന്നത് എന്തുകൊണ്ടാണ്? അത്തരത്തിൽ ഇത് അനീതിയാണ് എന്ന്, നിയമപരമല്ലാത്ത നടപടിയാണ് IT ഡിപ്പാർട്ട്മെന്റ് സ്വീകരിച്ചത് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തൃശ്ശൂരിൽ നിങ്ങളൊരു മറുപടി പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണന്റെ ആരോപണം. ജില്ലാ സെക്രട്ടറിക്കെതിരെ അദ്ദേഹത്തിന്റെ ക്രയവിക്രയങ്ങൾ നിയമത്തിന്റെ കണ്ണിൽ വരാതിരിക്കാൻ പാൻ കാർഡ് പോലുമില്ല എന്ന ആരോപണം രാവിലെ മുതൽ ഉന്നയിക്കുന്നുണ്ട്. വേണമെങ്കിൽ അത് തിരുത്താവുന്നതാണ്, ഒരൊറ്റ ഫോട്ടോയുടെ പ്രശ്നമേ ഉള്ളൂ. ഇങ്ങനെ രഹസ്യ അക്കൗണ്ടുകൾ വഴി പണം വരുന്ന, മാഫിയകളിൽ നിന്ന് പണം സ്വീകരിച്ച, ആ പണം ഒളിപ്പിക്കാൻ ശ്രമിക്കുന്ന അക്കൗണ്ടുകളും അതിന്റെ ക്രയവിക്രയങ്ങളും കൊണ്ടുചെന്നെത്തിച്ചതാണോ പാർട്ടിയെ ഈ ഒഴിവാക്കാൻ കഴിയാത്ത ദുരന്തത്തിലേക്ക്? ശ്രീ ബി ഗോപാലകൃഷ്ണൻ അങ്ങനെ എന്തും പറയാം. കാരണം EDയെ ഓരോ കോർപ്പറേറ്റുകളുടെ വീട്ടിലേക്കും അതുപോലെ വ്യവസായ പ്രമുഖരുടെ വീട്ടിലേക്കും പറഞ്ഞുവിട്ട് 1-2 പേപ്പർ സീസ് ചെയ്ത് കൊണ്ടുവന്നിട്ട് കൃത്യമായി 2417 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് മേടിച്ചത് BJP-യാണ്. ആ BJP-യുടെ പ്രതിനിധിയാണ് വന്ന് ഈ ഗീർവാണം വിടുന്നത്. അദ്ദേഹം എന്താ പറഞ്ഞത്? CPM പ്രതികരിച്ചില്ല, ഒന്നും വാ ഇതൊരു അക്ഷരം മിണ്ടിയിട്ടില്ല എന്ന്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൃത്യമായിട്ടുള്ള പ്രസ്താവന, അത് മാധുവിനും കിട്ടിയിട്ടുണ്ടാവും, മാതൃഭൂമിക്ക് കിട്ടിയിട്ടുണ്ടാവും, എല്ലാവർക്കും. ഞാൻ ആദ്യത്തെ ഒരു വാചകം വായിക്കാം. CPM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് മരവിപ്പിച്ച നടപടി അങ്ങേറ്റം പ്രതിഷേധാർഹമാണെന്ന് എന്നുള്ളതാണ് സംസ്ഥാന സെക്രട്ടറിയുടെ വാർത്താക്കുറിപ്പിലെ കാര്യങ്ങൾ ഞാൻ തന്നെ പറഞ്ഞതാണ്. ഞങ്ങളുടെ പാർട്ടിയുടെ ഈ കേരളത്തിൽ അല്ലല്ല, അത് ബി ഗോപാലകൃഷ്ണൻ അല്ല തീരുമാനിക്കണേ. പാർട്ടി ഈ കേരളത്തിൽ എന്ത് സംഭവം നടന്നാലും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആദ്യം പ്രതികരിക്കും. കൃത്യമായിട്ടുള്ള വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പ്രതികരിക്കുമ്പോൾ ഓരോ ഘടകം എടുത്ത് പ്രതികരിക്കാൻ ഇത് BJP അല്ല, CPM ആണ്. ഞങ്ങൾ പറഞ്ഞു കൃത്യമായി. അടുത്ത വാചോടെ കേൾക്ക്. തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ കണക്കുകളെല്ലാം ഇത്തരത്തിൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. തൃശ്ശൂരിലെ സഹകരണ ബാങ്കുമായി CPM വരവ് ചെലവ് കണക്കുകൾ കൃത്യമായും ആദായ നികുതി വകുപ്പിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഓരോ വർഷവും സമർപ്പിക്കാറുണ്ട്. ഇതിൽ കൂടുതൽ ആധികാരികമായിട്ട് എന്താണ് പറയുന്നത്? ഇവിടെ കോൺഗ്രസിന്റെ അക്കൗണ്ട് മരവിപ്പിച്ചു. എന്താണ് കാരണം എന്നറിയോ? 30 വർഷം മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 1993-94 സാമ്പത്തിക വർഷം അവരുടെ അക്കൗണ്ടിൽ വന്ന പണം കാണിച്ചില്ല. സീതാറാം കേസരി എന്ന് പറയുന്ന അവരുടെ പഴയകാല നേതാവ് അഖിലേന്ത്യാ ട്രഷറർ ആയിരിക്കുമ്പോഴുള്ള കണക്ക് ഒന്ന് ആലോചിക്കുക. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ 30 വർഷം മുമ്പുള്ള കണക്കെടുത്തിട്ടാണ് കോൺഗ്രസിന്റെ അക്കൗണ്ട് മരവിപ്പിച്ചത്. അതുപോലെ 33 ദിവസം വൈകി ആദായ നികുതിയുടെ കണക്ക് കൊടുത്തു എന്ന 2018-19 കണക്കെടുത്തു. അങ്ങനെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. 1800-800ഓളം കോടി തിരിച്ചടയ്ക്കാൻ പറഞ്ഞ് നോട്ടീസും കൊടുത്തു. ഇതെല്ലാം കോൺഗ്രസിന്റെ അക്കൗണ്ട് മരവിപ്പിച്ചപ്പോൾ ഞങ്ങൾ ദേശീയ അടിസ്ഥാനത്തിൽ CPM അടക്കം അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചു. അതുപോലെ ഡൽഹിയിലെ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള
ഇടപെടൽ, പ്രത്യേകിച്ച് കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യം ഞങ്ങൾ കൃത്യമായി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് ശക്തമായിട്ടുള്ള CPM-ന്റെ പ്രതികരണം വന്നു. ഇപ്പൊ ED ഉപയോഗിച്ചുകൊണ്ട് തോമസ് ഐസക്കിന് സമൻസ് കൊടുക്കുന്നു. 9ാമത്തെ സമൻസ് കൊടുത്തു. ഹൈക്കോടതി മിനിങ്ങാന്ന് ചോദിച്ചല്ലോ, എന്താണ് കാരണം? എന്തിനാണ് തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യുന്നത്? അത് പച്ച മലയാളത്തിൽ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഇംഗ്ലീഷിൽ നിങ്ങളൊന്ന് പറയൂ, ഞങ്ങളൊന്ന് കേൾക്കട്ടെ എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാ പറഞ്ഞത്. അത് ഞങ്ങൾ 9 തവണ സമൻസ് അയച്ചതിന് കാരണം എന്തെന്ന് പറയാൻ EDക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ലക്ഷ്യത്തോടാണ് ED പോകുന്നത്? അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് 350-400 സീറ്റ് കിട്ടുമെന്ന് ഗീർവാണം മുഴക്കിയവർ കൃത്യമായി ജനങ്ങളിൽ നിന്ന് അതിശക്തമായിട്ടുള്ള പ്രതികരണം ഉണ്ടാകുകയാണെന്ന് ബോധ്യപ്പെട്ടപ്പോ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുകയാണ്. അടലക്കരയോട് ആവർത്തിച്ച് ചോദിച്ചു, നിങ്ങൾ ഈ കാര്യത്തിൽ കോൺഗ്രസിന്റെ അക്കൗണ്ട് മരവിപ്പിച്ചപ്പോൾ ഉണ്ടായ പ്രതിപക്ഷ കൂട്ടായ്മയെ പോലെ, അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ഉണ്ടായപ്പോൾ ഉണ്ടായ പ്രതിപക്ഷ കൂട്ടായ്മയെ പോലെ കോൺഗ്രസിനൊപ്പമുണ്ടോ എന്ന് ആവർത്തിച്ച് ചോദിച്ചു. പക്ഷേ കരുവന്നൂരിലെ കാര്യങ്ങൾ, തൃശ്ശൂരിലെ കാര്യങ്ങൾ വ്യത്യസ്തമാണ്. ഇക്കാര്യത്തിൽ കോൺഗ്രസിന് ചില പ്രശ്നങ്ങൾ ഉന്നയിക്കാനുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കി പറഞ്ഞു. അതുകൊണ്ട് അതുമായി താരതമ്യം ചെയ്യേണ്ടത് പോലുമില്ല എന്നുള്ളതാണ് ശ്രീ അടലക്കര പറഞ്ഞത്. അല്ല, ഞങ്ങൾ പറയുമല്ലോ, വാളയാർ ചെക്ക് പോസ്റ്റിന് അപ്പുറത്തേക്ക് കോൺഗ്രസിന് ഒരു നിലപാടാണ് കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ കാര്യത്തിൽ, ഗവർണറുടെ കാര്യത്തിൽ. സാമ്പത്തിക ഫെഡറലിസം തകർക്കുന്ന കേന്ദ്രത്തിന്റെ ഏകാധിപത്യ നയം വാളയാർ ചെക്ക് പോസ്റ്റിന് അപ്പുറത്തെ സംസ്ഥാനങ്ങളിലേക്ക് ചെന്നാൽ കോൺഗ്രസിനൊരു നിലപാട്, കേരളത്തിൽ വന്നാൽ വ്യത്യസ്ത നിലപാട്. അത് ഞങ്ങൾ മാസങ്ങളായി ഈ ചർച്ചകളിൽ പറയുന്ന കാര്യം വീണ്ടും ശരിവെക്കുകയല്ലേ? ഞാൻ ആദ്യം പറഞ്ഞല്ലോ, കരിവന്നൂരുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിട്ടുള്ള സാഹചര്യത്തിൽ CPM ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്, അന്വേഷണത്തോട് സഹകരിച്ചിട്ടുണ്ട്. ഒരാൾ പോലും കുറ്റം ചെയ്തയാൾ ശിക്ഷിക്കപ്പെടാതിരിക്കരുതെന്നുള്ള ബോധ്യമുണ്ട്. കൃത്യമായി പാർട്ടി നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അവിടുത്തെ ഭരണസമിതി പിരിച്ചുവിട്ടിട്ടുണ്ട്. ഭരണസമിതിയിൽപ്പെട്ടവർ മാസങ്ങൾ വർഷങ്ങൾ ജയിലിൽ കിടക്കുന്ന സാഹചര്യം ഉണ്ടായി. ആ ഒരു സാഹചര്യം ഇങ്ങനെ നിലനിൽക്കുമ്പോൾ CPM ജില്ലാ കമ്മിറ്റിയുടെ മറ്റൊരു കൃത്യമായിട്ടുള്ള ഒരു അക്കൗണ്ട്, ആ അക്കൗണ്ട് ആദായ നികുതി ഒരു മുൻകൂർ നോട്ടീസ് തരണ്ടേ? ഈ രാജ്യത്തൊരു നിയമം ഉണ്ടല്ലോ. ED ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അർദ്ധരാത്രി വന്ന് 2 ചോദ്യങ്ങൾ ചോദിക്കുക, സെലക്ടീവ് ലീക്കേജിലൂടെ ആ വാർത്ത പത്രക്കാർക്ക് കൊടുക്കുക, അന്ന് തന്നെ ഉച്ചയ്ക്ക് വന്ന് ആ ബാങ്കിൽ ചില വിവരങ്ങൾ ശേഖരിക്കുക, ഇന്ന് ശനിയാഴ്ച ഉച്ചയ്ക്ക് വന്ന് അക്കൗണ്ട് ഫ്രീസ് ചെയ്യുക. ഇങ്ങനെയാണോ ആദായ നികുതി വകുപ്പ് ചെയ്യുന്നത്? മുൻകൂർ നോട്ടീസ് തന്ന ഈ പാർട്ടിയെ കേൾക്കണ്ടേ? ഒരു വ്യക്തിയുടെ അക്കൗണ്ട് അല്ലല്ലോ, പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് അല്ലേ? കൃത്യമായി ആദായ നികുതി കൃത്യമായി അടച്ചുകൊണ്ടിരിക്കുന്ന, ഇലക്ഷൻ കമ്മീഷന് കണക്ക് കൊടുക്കുന്ന, ഇതുവരെ ഒരു ആരോപണവും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇല്ലാത്ത അക്കൗണ്ട് അല്ലേ? ആ അക്കൗണ്ട് ഒരു നോട്ടീസ് കൊടുത്ത് ബന്ധപ്പെട്ടവരെ കേട്ട് വ്യക്തമായിട്ടുള്ള പരിശോധന നടത്തി ശരിയാണോ തെറ്റാണോ എന്ന് നോക്കിയിട്ട് തൃശ്ശൂരിൽ മാത്രമേ പ്രതിപക്ഷ പാർട്ടികൾ മത്സരിക്കുന്നുള്ളൂ. തൃശ്ശൂരിൽ അതിനുള്ള പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇടപെടൽ അവിടെ ഉണ്ടായത് എന്നുള്ളതാണ് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ പറഞ്ഞത്. അതെ, തൃശ്ശൂര് അവരുടെ A ക്ലാസ് മണ്ഡലമാണ്. സുരേഷ് ഗോപിയെ ജയിക്കാൻ വേണ്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ്. അതുകൊണ്ട് തൃശ്ശൂർ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി സാധാരണക്കാരായ വോട്ടർമാരിൽ കരിവണ്ണൂരും CPM ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ട് എന്ന് ഒരു തോന്നൽ ഉണ്ടാക്കിക്കാൻ വേണ്ടി കള്ള വാർത്തകൾ നിരന്തരം കൊടുക്കുക. അത് സ്വയംഭൂമായി ഇടപെടാൻ കഴിയില്ല. അതിന് അവിടെ ഒരു FIR വേണം. അതുണ്ടാക്കിയത് കേരള പോലീസാണ്. കരുവന്നൂർ അങ്ങനെ വളരെ വിശുദ്ധമായി നിൽക്കുന്ന ഒരു പ്രശ്നമായതുകൊണ്ടല്ല അവിടെ ED ഇടപെടാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാൻ കഴിയുന്നത്, IT ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ ഒരു നടപടിയെടുക്കാൻ കഴിയുന്നത് പ്രാഥമികമായ വീഴ്ച അവിടെ ഉള്ളത് കൊണ്ടല്ലേ എന്ന് അനിലക്കർ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം വളരെ മണ്ടത്തരമാണ്. ഞാൻ പറഞ്ഞല്ലോ, EDക്ക് പ്രൊസീഡ്സ് ഓഫ് ക്രൈമിന്റെ ഭാഗമായി ഒരു കേസ് അന്വേഷിക്കാനേ പറ്റൂ. 27 കേസുകളാണ് കരിവണ്ണൂറുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ പോലീസ് രജിസ്റ്റർ ചെയ്തത്. ശക്തമായ അന്വേഷണം മുന്നോട്ട് പോകുമ്പോഴാണ് ED ഇടപെട്ടത്. ഏതെങ്കിലും തരത്തിൽ കള്ളപ്പണം വെളുപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള തരത്തിൽ ED ഇടപെടുന്നു. ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണവും ഇപ്പോൾ ആദായ നികുതി വകുപ്പ് CPM ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫ്രീസ് ചെയ്തതും രണ്ടും രണ്ട് കാര്യമാണ്. രണ്ടും രണ്ട് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ്. ഒന്ന് ED ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയും ആദായ നികുതി വകുപ്പ് ഒരു സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയുമാണ്. ഇവിടെ ആദായ നികുതി വകുപ്പ് ഈ അക്കൗണ്ട് ഫ്രീസ് ചെയ്തതിനെ ED നടത്തുന്ന കരിവണ്ണൂർ ബാങ്കുമായി ഒരിക്കലും ബന്ധിപ്പിക്കാൻ കഴിയില്ല. ഒരിക്കലും ബന്ധിപ്പിക്കാനുള്ള ഒരു തെളിവുമില്ല. ഇവിടെ സെലക്ടീവ് ലീക്കേജിന്റെ ഭാഗമായി ED കൊടുക്കുന്ന വാർത്ത, ആദായ നികുതി വകുപ്പ് നടത്തുന്ന അന്വേഷണത്തിന്റെ ഭാഗമായി അവർ കൊടുക്കുന്ന വാർത്ത, ഈ രണ്ട് വാർത്തയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അങ്ങനെ തൃശ്ശൂർ വലിയ സംഭവമാണ്, അങ്ങനെയെങ്കിലും സുരേഷ് ഗോപി ഒന്ന് പൊക്കിയെടുക്കാൻ കഴിയുമോ, ആ തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയത്തിൽ ഇത് ഉൾപ്പെടുത്താൻ കഴിയുമോ എന്ന് കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ആധികാരികമായി പറയുന്നു,
CPM ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതാണ്. ആ വർഷങ്ങൾക്ക് മുമ്പ് CPM ജില്ലാ കമ്മിറ്റി ഉള്ളപ്പോൾ ആരംഭിച്ച അക്കൗണ്ട് കൃത്യമായി ആദായ നികുതി കൊടുക്കുന്ന അക്കൗണ്ടാണ്. പാൻ കാർഡുമായി ലിങ്ക് ചെയ്തതാണ്. ഈ രാജ്യത്തെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അക്കൗണ്ടാണ്. അതുകൊണ്ട് അധികം ദിവസം ഇത് ഫ്രീസ് ചെയ്യാൻ ഈ രാജ്യത്തെ നിയമം ആദായ നികുതി വകുപ്പിനെ അനുവദിക്കില്ല. ഞങ്ങളുടെ ഒരു പണം പോലും നഷ്ടപ്പെടില്ല. അത് ജനങ്ങളുടെ പണമാണ്. ജനങ്ങൾ ഞങ്ങൾക്ക് അംഗീകരിച്ചു തന്നിരിക്കുന്ന ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അതിശക്തമായിട്ടുള്ള നിയമ നടപടികളുമായി ഈ ആരോപണത്തെ, അതായത് ഇത് രണ്ട് കേസാണ് എന്നുള്ളത്. ED ഒരു കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നിടത്തേക്ക് വന്ന് അതിന്റെ സൈഡിൽ കൂടി 2 ചോദ്യം ചോദിക്കുക, എന്നിട്ട് പിറ്റേന്ന് ഉച്ചയ്ക്ക് മുമ്പ് നടപടി സ്വീകരിക്കുക, ചില മാധ്യമങ്ങളുടെ അത്തരം വാർത്ത ലീക്ക് ചെയ്ത് കൊടുക്കുക, പാർട്ടിയെ പരമാവധി പ്രതിരോധത്തിലാക്കുക, ഇങ്ങനെയുള്ള രാഷ്ട്രീയ നാടകങ്ങളാണ് അരങ്ങിൽ എന്നത് കോൺഗ്രസിന് ദഹിക്കാതെ പോകുന്നത് സംസ്ഥാനത്തെ രാഷ്ട്രീയ താല്പര്യങ്ങൾ വെച്ചുള്ളത് കൊണ്ട് മാത്രമാണോ? അതോ ഈ പരാതി ED ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കുകയും ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് വിവരങ്ങൾ കിട്ടിയതിന് പ്രകാരം IT ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ ഒരു നടപടി എടുക്കുകയാണോ ചെയ്തത്? അതോ EDയും ITയും ഒക്കെ ഈ പറയുന്ന രാഷ്ട്രീയ ആയുധങ്ങളായി മാത്രം പ്രവർത്തിക്കുകയാണോ? അല്ല, ഇതിനകത്ത് അരുൺകുമാർ പറഞ്ഞത് തന്നെ ഏറെ വിഡ്ഢിത്തരമുള്ള കാര്യങ്ങളാണ്. നമ്മൾ കേരളത്തിലെ ED കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDFും അല്ലെങ്കിൽ കോൺഗ്രസും അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവും ഞങ്ങൾ ഈ കേരളത്തിലെ ED കേസുകളുമായി ഞങ്ങൾ വളരെ കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ചുള്ള ഒരു പാർട്ടിയാണ്. ഞാൻ പലപ്പോഴും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, കരുവന്നൂർ കേസിലെ ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു ക്രൈമുമായി ബന്ധപ്പെട്ട് നമ്മൾ FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കരുവന്നൂർ കേസിലെ ഭരണസമിതി അംഗങ്ങൾക്കെതിരായിട്ടാണ്. ആ ഭരണസമിതി അംഗങ്ങളിൽ നിന്നും ഇത് പുറത്തേക്ക്, പ്രത്യേകിച്ച് ശ്രീ MK കണ്ണനിലേക്കും MM വർഗീസിലേക്കും AC മൊയ്തീനിലേക്കും PK ബിജുവിലേക്കും ഇപ്പോൾ അവസാനം ഷാജനിലേക്കും എത്തി നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായപ്പോൾ എന്തിനാണ് ഇവർ EDയുടെ മുന്നിൽ പോയി ഹാജരായത്? ഇവർക്ക് ഞാൻ ചോദിച്ചില്ലേ, നിങ്ങൾക്ക് ഹൈക്കോടതിയിൽ പോയി ചലഞ്ച് ചെയ്തുകൂടെ? ഈ ക്രൈമിൻ്റെ ഭാഗം നിങ്ങളല്ലെങ്കിൽ, നിങ്ങൾക്കിതിൽ യാതൊരു പങ്കുമില്ലെങ്കിൽ നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാലോ. ഇതിനകത്തൊരു ഉദാഹരണം നിൽക്കുന്നുണ്ടല്ലോ, ഇതിനകത്തൊരു ഉദാഹരണം നിൽക്കുന്നുണ്ട്. നമ്മുടെ മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക് കിഫ്ബിയുമായി ബന്ധപ്പെട്ട കേസിനകത്ത് ഇതേവരെ EDയുടെ മുന്നിൽ ഹാജരായിട്ടില്ലല്ലോ. പ്രതിപക്ഷ നേതാവ് ആ കേസിനകത്ത് എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? ഞാൻ വന്ന ചാനൽ ചർച്ചകൾ എന്ത് നിലപാടാണ് സ്വീകരിക്കാറുള്ളത്? തോമസ് ഐസക് കാണിക്കുന്ന ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്, EDയുടെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം കേരള ഹൈക്കോടതിയിൽ നിരന്തരമായ റിട്ടുകൾ കൊടുത്ത് ചലഞ്ച് ചെയ്യുന്ന സാഹചര്യം. അവിടേക്ക് കിഫ്ബിയുടെ ഉദ്യോഗസ്ഥന്മാർ പോകുന്നുണ്ട്, യാതൊരു തടസ്സവും ആ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ തോമസ് ഐസക് എന്താണ്, ഞാൻ ഇതിനകത്ത് ഭാഗമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ഹൈക്കോടതിയിൽ പോയി ചലഞ്ച് ചെയ്ത് ഇന്നേ വരെ തോമസ് ഐസക് EDയുടെ മുന്നിൽ ഹാജരായിട്ടില്ല. ഇവിടെ ഇതേപോലെ ഒരു FIR ഇട്ട FIRനകത്ത് AC മൊയ്തീൻ പ്രതിയല്ല, MK കണ്ണൻ പ്രതിയല്ല, വർഗീസ് പ്രതിയല്ല, PK ഷാജൻ പ്രതിയല്ല. ആ പ്രതിയല്ലാത്ത ഒരുക്കുന്ന സാഹചര്യത്തിൽ ഇവർ ക്രൈമിന്റെ ഭാഗമല്ലെങ്കിൽ ഇവർക്ക് എന്തുകൊണ്ട് ഹൈക്കോടതിയിൽ പോയി ചലഞ്ച് ചെയ്യാൻ കഴിയുന്നില്ല? അറസ്റ്റ് ഉണ്ടാകില്ല, അതിന്റെ നിയമവശം അങ്ങനെയാണല്ലോ. പക്ഷേ ഈ കേസിൽ അങ്ങനെയല്ല. ഈ കേസിൽ ED വിളിക്കുമ്പോൾ ചോദ്യം ചെയ്യാൻ പോകാതിരിക്കുന്നത്, അല്ലെങ്കിൽ തുടർച്ചയായ സമൻസ് സ്കിപ്പ് ചെയ്യുന്നത് വലിയ ദുരന്തം വിളിച്ചു വരുത്തും എന്ന് സാധാരണ പരിജ്ഞാനമുള്ളവർക്ക് ബോധ്യമാകില്ല. അങ്ങനെ ED ഉദ്ദേശിക്കുന്നത് എന്തോ അവിടേക്ക് അറസ്റ്റിലേക്കൊക്കെ കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കേണ്ട വീഴ്ച ഉണ്ടാക്കി വെക്കേണ്ടതുണ്ടോ? നാളെ ഒരു ചോദ്യം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ആ സമൻസിന് ഹാജരായ പോരായിരുന്നോ എന്ന് കോൺഗ്രസ്സുകാർ തന്നെ ചോദിക്കില്ലേ? തെറ്റാണ്. ഇവരുടെ കുറ്റബോധമാണ്, ഇവരുടെ ഭയമാണ് ഇതിനവരെ പ്രേരിപ്പിക്കുന്നത്. ഇവർ ഈ കേസിൽ അല്ല, ഞാൻ പറഞ്ഞത് തോമസ് ഐസക് ചലഞ്ച് ചെയ്ത പോലെ എന്തുകൊണ്ട് ഇവർ ചലഞ്ച് ചെയ്തില്ല? ഇവർക്ക് കൃത്യമായിട്ട് അറിയാം ഈ കേസ് കരുവന്നൂരിൽ തന്നെ നിൽക്കണം എന്നുള്ള താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ EDയുടെ മുന്നിൽ ചോദ്യം ചെയ്യലുകൾക്ക് വിധേയമായി പോയത്. ഞങ്ങൾ ഉൾപ്പെടെ തൃശ്ശൂരിലെ പ്രബുദ്ധരായ ജനങ്ങളും ഞങ്ങൾ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷവും വളരെ ശക്തമായി ഈ കേസിനകത്ത് നിരീക്ഷണം നടത്തി ഓരോ ഘട്ടത്തിലും ഇടപെട്ടുകൊണ്ടാണ് ഈ കേസ് ഓരോ കരുവന്നൂരിൽ നിന്നും ഇത് കൊടുങ്ങല്ലൂരിലേക്ക് പോയതും, അത് പിന്നെ അയ്യന്തോളിലേക്ക് പോയതും, അത് വരടിയത്തേക്ക് പോയതും, അത് പെരിങ്ങണ്ടൂരിലേക്ക് പോയതുമൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇതിങ്ങനെ വ്യാപിപ്പിക്കുന്നു എന്നുള്ള ധാരണ ഇവർക്കുണ്ട്. അതുകൊണ്ട് ഇത് കട്ട് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നമൊന്നുമല്ല. ഇത് രണ്ടാം കുറ്റപത്രത്തിലേക്ക് കടന്നില്ല. ഇത് വളരെ കൃത്യമായി CPMന്റെ ഡീലിൻ്റെ ഭാഗമായി CPM BJP ഡീൽ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് ആദ്യത്തെ നോട്ടീസ് കിട്ടിയപ്പോൾ MM വർഗീസ് പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് എനിക്ക് ഹാജരാകാൻ കഴിയൂ എന്ന് MM വർഗീസ് പറഞ്ഞു? ഈ പിന്നെ MB ഗോവിന്ദൻ മാഷ് എന്താണ് പറഞ്ഞത്? എന്താ ED മൂക്കിൽ കയറ്റോ, ഞങ്ങൾക്ക് അതിന് സമയമില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം
ഒരു ദിവസം എടുത്ത് രണ്ടാമത്തെ ദിവസത്തിലേക്ക് കടന്നപ്പോൾ എന്തുകൊണ്ടാണ് പോയത്? അത് കൃത്യമാണ്. തൃശ്ശൂരിൽ ഇവിടെ കൃത്യമായി അരുൺകുമാർ പറഞ്ഞല്ലോ, സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാനുള്ള ഡീൽ എന്നുള്ള രീതിയിൽ ആദ്യം പറഞ്ഞതാരാണ്? AC മൊയ്തീനാണ് പറഞ്ഞത്. സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാനുള്ള പരവതാനി ED വിരിക്കുകയാണ് എന്ന് പരസ്യമായി പറഞ്ഞ ആളുകൾ CPM-കാരാണ്. അപ്പോൾ ഇവിടെ ഡീൽ കൃത്യമാണ്. ഈ ഡീൽ ഉറപ്പിക്കുകയാണ്. ഒരു പോത്തിന്റെ ചന്തയിൽ കയ്യിൽ തുണിയിട്ട് അത് ഉറപ്പിക്കുന്നത് പോലെ എന്തെങ്കിലും സംശയമുണ്ടാകുമ്പോൾ ഓരോ അന്വേഷണ ഏജൻസികളെ വിട്ട് വിറപ്പിച്ചുകൊണ്ട് തൃശ്ശൂരിലെ BJP സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനുള്ള ഡീൽ കൃത്യമാക്കി നടത്തുകയാണ്. ഞങ്ങൾ ഇതിനകത്ത് ഈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയ റെയ്ഡ് ഞങ്ങൾ കാര്യമായി കാണുന്നില്ല. അത് ഗോവിന്ദ മാഷ് പറഞ്ഞല്ലോ, അതിനകത്ത് എന്തെങ്കിലും തെറ്റുകൾ ഞങ്ങൾ ഫൈൻ അടച്ച് അവസാനിപ്പിക്കാം എന്ന രീതിയിൽ വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞു. CPM കരുവന്നൂർ വിഷയത്തിൽ കൃത്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ആ ഭരണസമിതി പിരിച്ചുവിട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് തെറ്റുപറ്റിയെന്ന് കണ്ടെത്തിയവർ മാസങ്ങളോ വർഷങ്ങളോ തന്നെ ജയിലിൽ കിടന്നിട്ടുണ്ട്. ഇതിനപ്പുറത്തൊരു പാർട്ടി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അദ്ദേഹം ചോദിച്ചത്. തലപ്പത്തേക്ക് എത്തിയില്ല, ജില്ലാ നേതൃത്വത്തിൽ ഇരുന്നവർ അറിയാതെ ഇത്തരം ക്രമക്കേടുണ്ടാകില്ല, അവരെല്ലാവരും രക്ഷപ്പെട്ടു എന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വിമർശനമായി നിങ്ങൾ ഉന്നയിക്കാറുള്ളത് സാധാരണഗതിയിൽ. മറ്റൊരു വിമർശനം ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് CPM ഉന്നയിക്കുന്നത് എന്താണ്? മുൻകൂർ നോട്ടീസ് നൽകിയിട്ടില്ല, വിശദീകരണം ചോദിച്ചിട്ടില്ല. ED അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനിടയിൽ ചില ചോദ്യങ്ങൾ ചോദിച്ച് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് മുൻപ് നടപടി സ്വീകരിക്കുന്നു. അങ്ങനെ ഒരു തിടുക്കം IT ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായോ? 2 ചോദ്യങ്ങളാണ്. അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ. ഞാൻ 2 ചോദ്യത്തിന് ഉത്തരം പറയാം. അതിനു മുമ്പ് ഈ 2 പേർക്കും ഒരു ഉത്തരം പറഞ്ഞോട്ടെ. ഈ 2 പേരും പറഞ്ഞു സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ ED വന്നു. ED ഒന്നും വേണ്ട, സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. ഈ നാട്ടിലെ ജനങ്ങൾ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചോളും. ഈ നാട്ടിലെ സഹോദരിമാരും അമ്മമാരും പ്രത്യേകിച്ച് കരുവന്നൂരിലെ ഈ പാവപ്പെട്ട ജനങ്ങൾ, കരുവന്നൂരടക്കമുള്ള നിരവധി ബാങ്കുകളിൽ നിന്ന് ഈ കാട്ടുകള്ളന്മാരായിട്ടുള്ള ഈ നേതാക്കന്മാർ മോഷ്ടിച്ചു കൊണ്ടുപോയിട്ടുള്ള ആ ധനം, പാവപ്പെട്ടവൻ്റെ ധനം തിരിച്ചു കൊടുക്കാൻ വേണ്ടി സുരേഷ് ഗോപി ചെയ്ത അധ്വാനവും പ്രയത്നവും നാട്ടിലെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ നന്മയുള്ളവനെ തിരഞ്ഞെടുക്കണം എന്ന് നാട്ടിലെ ജനങ്ങൾ തീരുമാനിച്ചാൽ അത് സുരേഷ് ഗോപിയെ തിരഞ്ഞെടുക്കും. അതിനകത്ത് യാതൊരു സംശയമില്ല. അതിന് ED ഒന്നും വരേണ്ട കാര്യമില്ല. ED വരുന്നത് അവരുടെ നിയമപരമായ കാര്യങ്ങൾക്കാണ്. ഇവർക്ക് ഭയമുണ്ട് സുരേഷ് ഗോപി. ആ സുരേഷ് ഗോപിയെ എങ്ങനെയെങ്കിലും ഭയപ്പെടുത്തി തോൽപ്പിക്കണം. നാട്ടിലെ ജനങ്ങളോട് പറയണം, ഇവർ സുരേഷ് ഗോപിയോടുള്ള ഇവരുടെ ഭയം കൊണ്ടാണ് ED വന്നിട്ട് ജയിപ്പിക്കാൻ നോക്കുന്നു, ED വന്നിട്ട് ഡീൽ ചെയ്യാൻ നോക്കുന്നു. ഇതല്ലാതെ എന്തെങ്കിലും പറയുന്നുണ്ട് ഇവർക്ക് വേറൊന്നും പറയാനില്ല. ഞാൻ CPM-ൻ്റെ പ്രതിനിധിയോട് ചോദിക്കാം, നിങ്ങളുടെ പാർട്ടി, ഞാൻ 2 കാര്യം പറയാം. അദ്ദേഹം ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് അതും കൂടി ഒന്ന് എനിക്ക് പറയണം. നിങ്ങളുടെ പാർട്ടിക്ക് ജനങ്ങളോട് ഏതെങ്കിലും രീതിയിലുള്ള ഒരു കടപ്പാടുണ്ടെങ്കിൽ, നിങ്ങളുടെ പാർട്ടിക്ക് ഈ നാട്ടിലെ ജനങ്ങളോട് അല്പമെങ്കിലും ധാർമ്മികമായ ഒരു മര്യാദ ഉണ്ടെങ്കിൽ, ED-യുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ED ചോദ്യം ചെയ്ത കള്ളപ്പണ കാര്യത്തിൽ വെള്ളാനയായി നിൽക്കുന്ന MK കണ്ണനെ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലെ താക്കോൽ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കോ? ആരെങ്കിലും ടെയിൻറ്റഡ് ആയിട്ടുള്ള ഒരാളെ പ്രതിഷ്ഠിക്കോ? ആ ടെയിൻറ്റഡ് ആയിട്ടുള്ള ഒരാളല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഏത് സമയവും അറസ്റ്റിനോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിനോ വിധേയനായി നിൽക്കുന്ന ആളാണ് അയാളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോപ്പറേറ്റീവ് ബാങ്ക് സൊസൈറ്റി അഴിമതിയെക്കുറിച്ച് എൻ്റെ സമീപത്തിരിക്കുന്ന അനിലക്കര നിരവധി പ്രാവശ്യം പത്രസമ്മേളനം നടത്തിയിട്ടുള്ളതല്ലേ? നിരവധി കാര്യങ്ങൾ അദ്ദേഹം പത്രസമ്മേളനത്തിൽ കൂടെയും പറയുകയും ധാരാളം പത്രങ്ങളിൽ വാർത്തയും വന്നിട്ടുള്ളതല്ലേ? അങ്ങനെ ടെയിൻറ്റഡായി നിൽക്കുന്ന ഒരാൾ ഈ പാവപ്പെട്ട ജനങ്ങളുടെ പണം അടിച്ചു മാറ്റിയിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള കുറ്റാരോപിതനായ ഒരാളെ താക്കോൽ സ്ഥാനത്ത് കൺവീനറായി പ്രതിഷ്ഠിച്ച ആൾക്കാരല്ലേ നിങ്ങൾ? ഒരു മര്യാദയുണ്ടോ? എന്നിട്ടല്ലേ നിങ്ങൾ ഇവിടെ വന്നിരുന്നിട്ട് അതൊക്കെ ജനങ്ങൾ നോക്കുക, അതൊക്കെ നിങ്ങൾ എന്തും പറഞ്ഞാൽ വിശ്വസിക്കുന്ന കുറേ അന്തംഗമ്മികൾ നാട്ടിലുണ്ടാവും. പക്ഷേ സാധാരണ ജനങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിയില്ല മിസ്റ്റർ. ഇപ്പം നിങ്ങൾ പറയുന്നത് എന്താ? ED-യെ കൊണ്ടുവന്നത് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഈ കരുവന്നൂർ ബാങ്കിൽ നിങ്ങൾ 2 പേര്, വളരെ പ്രധാനപ്പെട്ട 2 പേരുണ്ട് കരുവന്നൂർ ബാങ്കിൻ്റെ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട്. ഒന്ന് ബാങ്ക് മാനേജറും ഒന്ന് ബാങ്ക് സെക്രട്ടറി. 2 പേരും നിങ്ങളുമായി ബന്ധപ്പെടുന്ന രാഷ്ട്രീയ മേഖലയുമായി ബന്ധപ്പെടുന്ന ആളാണ്. വേറൊരാളുണ്ട് സുരേഷ്, അയാൾ നിങ്ങളുടെ ബ്രാഞ്ചിലെ കമ്മിറ്റി അംഗമായിരുന്നു. നിങ്ങളുടെ ബ്രാഞ്ചുമായി ബന്ധപ്പെട്ട CPM-ൻ്റെ നേരിട്ട് ബ്രാഞ്ചിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ്. അയാൾ ഈ സംഭവത്തിൽ അയാളാണ് ആദ്യം പരാതി കൊടുത്തത്. നിങ്ങളെന്താ കാര്യങ്ങൾ അറിയാതെ സംസാരിക്കുന്നത്? ആ മനുഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഞാനൊന്ന് തീർത്തോട്ടെ, 1 മിനിറ്റ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രധാന പ്രവർത്തകൻ പരാതി കൊടുത്തു. ആ പരാതി മൊയ്തീനും വർഗീസിനും കൊടുത്തു.
അപ്പോൾ ആ വ്യക്തിയോട് ഞാൻ 15 മിനിറ്റ് മുമ്പ് നിങ്ങളുടെ ഈ ചർച്ച വരുന്നതിന് മുമ്പ് അദ്ദേഹമായിട്ട് സംസാരിച്ച ഞാൻ നേരിട്ട് പോയി അഴീക്കോടൻ മന്ദിരത്തിൽ പരാതി കൊടുത്തപ്പോൾ നീ പോടാന്ന് പറഞ്ഞ് ഇറക്കി വിടുകയാണ് ചെയ്തതെന്നാണ് പറയണത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് പരാതി പോലും പുല്ലുവില കൽപ്പിച്ചു. ഇപ്പോൾ ആ ബാങ്ക് മാനേജരും ബാങ്ക് സെക്രട്ടറിയും മാപ്പ് സാക്ഷിയാവാൻ തയ്യാറായി നിൽക്കുകയാണ്. അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ തെളിവാണ് 5 രഹസ്യ അക്കൗണ്ടുകൾ. ഈ 5 രഹസ്യ അക്കൗണ്ടിൽ നിന്നാണ് ജില്ലാ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ട്. സുരേഷ് എന്ന് പറയുന്ന ആൾ അതിനുശേഷം അയാൾ BJP ചേർന്നു. BJP ചേർന്നു. അയാളിപ്പോൾ BJPയുടെ പ്രവർത്തകനാണ്. ഞാൻ ഇത് കണ്ടെത്താൻ വേറെ BJPയുടെ അരുൺകുമാറെ ഞാൻ ഇടയ്ക്കറി സംസാരിക്കല്ലേ. BJPക്ക് അങ്ങനെ നേതാവൊന്നുമില്ല, പ്രവർത്തകർ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ നേതാക്കന്മാരും ചൈനയും റഷ്യയും ഒക്കെ, ഞങ്ങൾക്ക് എല്ലാവരും പ്രവർത്തകരാണ്. ഞാനടക്കം എല്ലാവരും പ്രവർത്തകരാണ്. അയാൾ BJPയുടെ പ്രവർത്തകനാണ്. എൻ്റെ പോയിൻ്റ് അതല്ല. 5 രഹസ്യ അക്കൗണ്ടുകൾ ED കണ്ടെത്തിയോ കരുവന്നൂരിൽ നിന്ന്? ആ 5 രഹസ്യ അക്കൗണ്ട് വഴി ജില്ലാ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ടോ ഇല്ലയോ? നിങ്ങൾ പറയേ. ഇല്ലെങ്കിൽ ഈ പത്രങ്ങളിൽ വന്ന വാർത്ത മുഴുവൻ തെറ്റാണെന്ന് നിങ്ങൾക്ക് പറയേണ്ടി വരും. മാതൃഭൂമി പത്രത്തിൽ എഴുതിയത് തെറ്റാണെന്ന് പറയേണ്ടി വരും. ഇവിടെ കണ്ടെത്തിയിട്ടുള്ളത് വളരെ കൃത്യമാണ്. രഹസ്യ അക്കൗണ്ട് വഴി അത് 5 എണ്ണം കരുവന്നൂരിൽ, തൃശ്ശൂരിൽ 25 രഹസ്യ അക്കൗണ്ട് ഉണ്ട്. ഈ 25 അക്കൗണ്ടിലാണ് കള്ളപ്പണ നിക്ഷേപം. ഈ കള്ളപ്പണ നിക്ഷേപത്തിൽ നിന്നാണ് അക്കൗണ്ടിലേക്ക് പൈസ വന്നിരിക്കുന്നത്. അക്കൗണ്ടിൽ വന്നിരിക്കുന്ന പൈസക്ക് ഏറെ നീണ്ടുപോയി. ഞാൻ ചോദിച്ചിരുന്നത് അങ്ങയുടെ ഒരു ചോദ്യമാണ്. അഡ്വക്കേറ്റ് കെ. അരുൺകുമാറിന് ഏറെ കാര്യങ്ങളിൽ അങ്ങയുടെ വിരുദ്ധാഭിപ്രായമുണ്ട്. അദ്ദേഹം തുടർച്ചയായി കൈയുയർത്തുന്നുമുണ്ട്. ഇടപെട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒറ്റ കാര്യം, ഈ നോട്ടീസ് അയക്കാതെയും മുൻകൂർ വിശദീകരണം തേടാതെയുമാണ് ഈ IT ഡിപ്പാർട്ട്മെന്റ് നടപടിയെങ്കിൽ അതിലൊരു തിടുക്കമില്ലേ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചിരുന്നു. ഞാൻ ചോദിക്കട്ടെന്ന്, ഇതെന്താ വെള്ളരിക്കപ്പെടണോ? അങ്ങനെ തിടുക്കത്തിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ചെയ്യാനുണ്ടെങ്കിൽ ഇവിടെ നീതിയും നിയമമൊക്കെ ഇല്ലേ? അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പൊക്കോട്ടേന്ന്, നിയമ നടപടിക്ക് പൊക്കോട്ടെ. ഞാനൊരു കാര്യം ചോദിക്കോട്ടെ, ബി ഗോപാലകൃഷ്ണൻ ഏറെ ദീർഘമായിരുന്നു. അതിനിടയിൽ ശ്രീ കെ. അരുൺകുമാർ ചോദിക്കുന്നുണ്ടായിരുന്നു. ശ്രീ കെ. അരുൺകുമാർ, അങ്ങനെ നിങ്ങൾക്ക് മുൻകൂർ നോട്ടീസ് നൽകിയിട്ടുണ്ടോ? ഇത് വെള്ളരിക്കപ്പെട്ടണമാണോ എന്നാണ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ചോദിക്കുന്നത്. വെള്ളരിക്കപ്പെട്ടണമാണോ? നിങ്ങൾക്ക് നോട്ടീസ് കിട്ടിയിട്ടുണ്ടോ? അതോ നിങ്ങളുടെ വിശദീകരണം തേടിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ഒരു തരത്തിലുള്ള നോട്ടീസും നൽകാതെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷണത്തിന്റെ ഭാഗമായി വിളിച്ചു വരുത്തുന്നു. ഒരു തവണയല്ല, പലതവണ വിളിച്ചു വരുത്തുന്നു. തെരഞ്ഞെടുപ്പ് കാലമാണ്, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാണ്. 3 പാർലമെന്റ് നിയോജക മണ്ഡലത്തിന്റെ കേന്ദ്രത്തിൽ, അതായത് ആലത്തൂര്, തൃശ്ശൂര്, ചാലക്കുടി മണ്ഡലത്തിന്റെ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും മുതിർന്ന നേതാവാണ് എന്നത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിരന്തരം ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു. ആ ചോദ്യം ചെയ്യലിന്റെ അവസാനം, ചോദ്യം ചെയ്യലെന്ന് വെച്ചാൽ 10-20 മണിക്കൂർ എന്നൊക്കെ പറയുന്നത് വെറുതെ ഇരുത്തുകയാണല്ലോ, വെറുതെ. രാത്രി വന്ന മറ്റൊരു ഏജൻസി 2 ചോദ്യം ചോദിക്കുന്നു. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്ത നോട്ടീസ് കിട്ടുന്നു. ഞങ്ങൾക്ക് കിട്ടുന്നതിന് മുമ്പ് ഈ വിവരം പത്രദൃശ്യ മാധ്യമങ്ങൾക്ക് കിട്ടുന്നു. സെലക്ടീവ് ലീക്കേജുമായി പോകുന്നു. പോയിക്കോട്ടെ, ഞങ്ങൾ അതിനെ നിയമപരമായി നേരിടും. ചങ്കൂറ്റത്തോടെ പറയുന്നു, ഞങ്ങൾ കൃത്യമായി എല്ലാ തരത്തിലുള്ള നിയമം പാലിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. ഞങ്ങളുടെ അക്കൗണ്ടുകൾ നിയമപരമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിക്കാനില്ല. ഇത്തരത്തിൽ ആദായ നികുതി വകുപ്പ് ഏത് നോട്ടീസ് കൊടുക്കാതെ ഇവിടെ ഏജൻസികൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ഇത് വെള്ളരിക്കപ്പെടണമാണോ എന്ന് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ചോദിക്കുന്നു. ഞങ്ങൾ ഇതിൽ ഏതിനെ വിശ്വസിക്കണം? അല്ല, ഈ ബി ഗോപാലകൃഷ്ണൻ അങ്ങനെ പലതും പറയും. അദ്ദേഹം പറഞ്ഞല്ലോ സുരേഷ് ഗോപി ജയിച്ചിരിക്കുകയാണെന്ന്. ഇന്ന് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, 20 മണ്ഡലങ്ങളിലും 2ാം സ്ഥാനത്ത് പോലും BJPക്ക് എത്താൻ കഴിയില്ല എന്നുള്ള കാര്യം കൃത്യമായി മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ നോട്ടീസ് കിട്ടിയിട്ടാണോ പല നേതാക്കന്മാരെയും BJP ആക്കി മാറ്റിയത്? ഹേമന്ത വിശ്വ ശർമ്മ ആരായിരുന്നു? ശാരദാ ചിട്ടി കേസ് ഏറ്റവും കൂടുതൽ ഗൗരവത്തോടെ ചർച്ച ചെയ്ത പാർട്ടി അവരുടെ എല്ലാവരുടെയും എണ്ണം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. കൃത്യമായി പേരും കേസും എണ്ണവും തിട്ടവും അടക്കം പറയുന്നുണ്ട്. ശരിയാണ്. ഒറ്റ മിനിറ്റ്, ഞാൻ അങ്ങയിലേക്ക് തന്നെ വരും. അതിനുമുമ്പ് ഞാൻ ബി ഗോപാലകൃഷ്ണൻ ഒറ്റ തവണ വെക്കട്ടെ. അങ്ങയിലേക്ക് തന്നെ വരും. അഡ്വക്കേറ്റ് കെ. അരുൺകുമാർ ഞാൻ അങ്ങയിലേക്ക് തന്നെ വരും. അഡ്വക്കേറ്റ് ബി ഞാൻ വരും, അങ്ങയിലേക്ക് തന്നെ വരും. അങ്ങയുടെ അവസരമാണ്. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, അങ്ങ് നേരത്തെ ഈ പറയുന്ന കേസെടുത്തതുമായി ബന്ധപ്പെട്ട് IT റിട്ടേൺ സമർപ്പിച്ച അക്കൗണ്ട് ആണ് എന്ന് ശ്രീ കെ. അരുൺകുമാർ പറഞ്ഞപ്പോൾ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കോടതി പോയിക്കൂടെ എന്ന്. ദാ ഇപ്പോൾ മുൻകൂർ നോട്ടീസ് കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കോടതി പോയിക്കോളൂ, നിയമ നടപടി സ്വീകരിച്ചോളൂ എന്ന്. ദേശീയ അന്വേഷണ ഏജൻസികൾ നാട്ടിലാരും ചോദിക്കാനില്ല, ഇതൊരു വെള്ളരിക്കാപട്ടണമാണ് എന്ന് അങ്ങ് പറഞ്ഞതുപോലെ വിചാരിച്ച് സ്വന്തം തോന്നിയവാസത്തിന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിച്ചാൽ അപ്പടി കോടതി വരാന്ത കയറി പോയി നിൽക്കണം, അവിടുന്ന് മാത്രം നീതി കിട്ടണം എന്നതാണോ അവസ്ഥ?
അല്ല ഇതൊക്കെ ഇവർ പറയുന്നതല്ലേന്ന്. ഇപ്പോൾ ഇദ്ദേഹം എന്താ പറഞ്ഞ ചാനലിൽ അവിടെ പോയി ഇ ഡിയോട് ചോദിച്ചു, ഇ ഡി 10 മണിക്കൂർ അവിടെ ഇരുത്തി, ഒരു ചോദ്യമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞ് വൈകുന്നേരം വരുമ്പോൾ എന്തെങ്കിലും 2 കാര്യം ചോദിച്ചു, പിന്നെ അവിടെ ഇരുത്തി. ഇങ്ങനെയല്ലേ ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞത്? ഇങ്ങനെയല്ലല്ലോ MK കണ്ണൻ പറഞ്ഞത്. എൻ്റെ നാട്ടുകാരനാണല്ലോ അനിൽ അക്കര, അദ്ദേഹമാണല്ലോ എൻ്റെ സമീപത്തിരിക്കുന്നത്. MK കണ്ണൻ പിറ്റേ ദിവസം പത്രത്തിൽ പറഞ്ഞത് ഇങ്ങനെയല്ലല്ലോ. MK കണ്ണൻ മാത്രമല്ല, ഇ ഡിയുടെ മുമ്പിൽ പോയ സകല ആൾക്കാരും പിറ്റേ ദിവസം പത്രത്തിൽ പറഞ്ഞ് ഇങ്ങനെയല്ലല്ലോ. ഉഷ്ണിച്ചു, പരവശപ്പെട്ടു, ചോദ്യങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനായില്ല, തലയിറങ്ങി വീണു, വെള്ളം തന്നു, വെള്ളം കൊടുത്തു, പിടിച്ചു നിൽക്കാനായില്ല എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. അതൊക്കെ ഇൻകം ടാക്സിന്റെ നടപടിയുമായി ബന്ധപ്പെട്ടല്ലേ? അതിനിടയിലേക്ക് ഒരു അതിഥിവേഷം കെട്ടി IT വന്നതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. അല്ലല്ലോ അദ്ദേഹം പറഞ്ഞത് ഇ ഡിയുടെ ചോദ്യത്തെക്കുറിച്ചാണ്. ഇ ഡി 10 മണിക്കൂർ ചോദിച്ചു, ഒരു കസേരയിട്ട് അവിടെ ഇരുത്തി, അത് കഴിഞ്ഞൊരു വെള്ളം കൊടുത്തു, അത് കഴിഞ്ഞൊരു 10 മണിക്കൂർ ചോദിച്ചു. വളരെ അല്ലല്ല, അതിനിടയിൽ IT ഡിപ്പാർട്ട്മെന്റ് വന്നു, 2 ചോദ്യം ചോദിച്ചു, പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. മുൻകൂർ നോട്ടീസ് കിട്ടിയിട്ടില്ല എന്ന്. അത് ഞാൻ അങ്ങോട്ട് വെച്ചപ്പോൾ അങ്ങ് പറഞ്ഞു കോടതിയിൽ പോകാൻ. അതാണ് ഞാൻ ചോദിച്ചത്. എന്തും ചെയ്യാം, എന്നിട്ട് കോടതിയിൽ പൊക്കോളൂ എന്നുള്ളതാണോ രാജ്യത്തെ നിലവിലെ അവസ്ഥ എന്ന്? അല്ല, ഞാൻ പറഞ്ഞു വന്നത് ആദ്യത്തെ കാര്യമാണ്. 2 കാര്യം ഒന്ന് പറഞ്ഞ് തീർത്തോട്ടെ എൻ്റെ മാധു. ജസ്റ്റ് വെയിറ്റ്, ഞാൻ വളരെ പെട്ടെന്ന് തീർക്കാം. അതുകൊണ്ട് ഈ അരുൺകുമാർ പറയുന്ന കാര്യമൊക്കെ അവിടെ ഇവിടെയും കേട്ട കാര്യങ്ങളാണ്. അവിടെ ഇവിടെയും കേട്ടിട്ട് ഗുളിക കൊടുത്തു വിട്ടിരിക്കുക. ആ ഗുളിക അനുസരിച്ച് പറയാനാ പറയുന്നത്. ആ ഗുളികയിൽ ഡോസ് കഴിഞ്ഞു പോയി. എനിക്കൊന്ന് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഗുളിക നിങ്ങളുടെ ചോദ്യം ഞാൻ ചോദിച്ചു അങ്ങനെയല്ല, അരുൺ പറഞ്ഞതിനെ വിശ്വസിക്കേണ്ടതില്ല എന്ന് പറയുകയും ചെയ്തു. നേരത്തെ ഏറെ പറഞ്ഞതാണല്ലോ, നേരത്തെ ഏറെ സമയമെടുത്ത് ഞാൻ അങ്ങേക്ക് മറുപടി പറയാനുള്ള സമയം തന്നതാണ്. അരുൺ പറഞ്ഞ ഒരു ആരോപണത്തിന് അങ്ങയുടെ ഉത്തരം തേടിയതാണ്. അരുണിന്റെ സമയമായത്. അരുൺ പെട്ടെന്ന് പൂർത്തീകരിക്കും, എനിക്കിടെ വേള. അരുൺ പെട്ടെന്ന് പൂർത്തീകരിക്കും. ഇവർ പറയുന്നു AC മൊയ്തീൻ വലിയ അഴിമതി നടത്തി. എന്നിട്ട് എന്തേ ഇ ഡിയെ തുടർ നടപടി സ്വീകരിക്കാത്ത? അദ്ദേഹത്തിന്റെ ഭാര്യയുടെ റിട്ടയർമെന്റ് ബെനിഫിറ്റ് അക്കൗണ്ടിൽ വന്നപ്പോ അത് കൃത്യമായിട്ടുള്ള രേഖ കൊടുത്തപ്പോ ഇ ഡിക്ക് ബോധ്യപ്പെട്ടില്ലേ? 6-7 മാസം മുമ്പല്ലേ AC മൊയ്തീനെ ചോദ്യം ചെയ്ത്? നിങ്ങൾ പറഞ്ഞ സഖാവ് കണ്ണനെ ചോദ്യം ചെയ്തു, കാര്യങ്ങൾ ബോധ്യപ്പെട്ടല്ലോ. തെളിവിന്റെ ഒരു കണികയെങ്കിലും ഏതെങ്കിലും ഇടതുപക്ഷ നേതാവിനെതിരെ കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾ എന്നേ നടപടി സ്വീകരിക്കുമായിരുന്നു. അവരെത്രയോ പെട്ടെന്ന് ജയിലിൽ പോയേനെ. ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ രാജ്യത്ത് ചർച്ചയാകരുത്. നിങ്ങളുടെ ഇലക്ട്രൽ ബോണ്ട് 9,000 കോടി രൂപയുടെ അഴിമതി നടത്തിയത് ഞങ്ങൾ സുപ്രീം കോടതിയിൽ പോയി റദ്ദ് ചെയ്യിച്ചു. വീണ്ടും 10,000 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് മേടിക്കാനുള്ള അവസരം നിഷേധിച്ചു. അതുപോലെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഈ രാജ്യത്ത് ഉജ്ജ്വലമായ പ്രക്ഷോഭം നടക്കുന്ന സംസ്ഥാനം കേരളമാണ്. അതുകൊണ്ട് ഇതിന് നേതൃത്വം കൊടുക്കുന്ന CPM-നെ തകർക്കണം. ഈ തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്യുന്ന ഗൗരവമായ രാഷ്ട്രീയ വിഷയം ഈ 10-20 ദിവസം നോമിനേഷൻ കൊടുത്തതിന് ശേഷം ചർച്ചയാകരുത്. അതിനുവേണ്ടി പല നമ്പറുകളുമായി നിങ്ങൾ ഇറങ്ങിത്തിരിക്കും. ഇന്ന് തൃശ്ശൂരാണെങ്കിൽ നാളെ തിരുവനന്തപുരമായിരിക്കും. ഈ 2 മണ്ഡലമാണ് നിങ്ങൾ A ക്ലാസ് മണ്ഡലം എന്ന് പറയുന്നത്. വട്ടപൂജ്യമാണ് കേരളത്തിൽ BJP എങ്കിലും നിങ്ങൾക്ക് ഇടതുപക്ഷത്തിന്റെ പ്രവർത്തനത്തെ എങ്ങനെയെങ്കിലും തടസ്സപ്പെടുത്താൻ ഇത്തരത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യണം. സാമ്പത്തിക ഫെഡറലിസം തകർക്കാൻ നോക്കിയപ്പോൾ ഞങ്ങൾ സുപ്രീം കോടതിയിൽ പോയി അനുകൂല വിധി സമ്പാദിച്ചപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിലാണ്. ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിക്കാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങൾ നിയമ പോരാട്ടം നടത്തി. ഗവർണർ ബില്ല് ഒപ്പിട്ടു. തടഞ്ഞുവെച്ച മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെ ബില്ല് നിയമം തീരുമാനം വരെ ഒപ്പിടുന്ന സാഹചര്യമുണ്ടായി. ഏതെല്ലാം തരത്തിൽ നിങ്ങൾ ഉപദ്രവിച്ചിട്ടുണ്ടോ? ജനങ്ങളെ സംഘടിപ്പിച്ച് ഞങ്ങൾ പോരാടി, നിയമ പോരാട്ടം നടത്തി ഈ കേരളത്തിന്റെ താല്പര്യം സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചു. ശ്രീ അനിൽ അക്കര, CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളെ നേരത്തെ താക്കോൽ സ്ഥാനം ഏൽപ്പിച്ചു കൊടുത്തതിനെതിരെ വിമർശനം ചർച്ചയിലുണ്ടായി. പക്ഷേ CPM അതിനെ രാഷ്ട്രീയ വേട്ടയാടൽ എന്നു തന്നെയാണ് പ്രതിരോധിക്കുന്നത്. ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ നേതാക്കളെ മോശമായി കരുതുന്നില്ല, അവർ രാഷ്ട്രീയ വേട്ടയാടലിന് ഇരയാവുകയാണെന്നുള്ളതാണ് CPM-ന്റെ പ്രഖ്യാപിത നയം. അങ്ങനെ അവർക്കെതിരെ തെളിവിന്റെ കണികയെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഈ റാഞ്ചി പറക്കുന്ന ഏജൻസികൾ അവരെ ഇങ്ങനെ സ്വതന്ത്രമായി വിടുമായിരുന്നോ? പരമാവധി ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു, രാത്രി ഉറങ്ങാൻ പോലും കഴിയാതെ അവിടെ ഇരിക്കുന്നു, മണിക്കൂറുകൾ ചോദ്യം ചെയ്യലിന് വിധേയമാകുന്നു, നേരത്തെ പറഞ്ഞതുപോലെ ശാരീരിക അസ്വസ്ഥങ്ങൾ ഉണ്ടാകുന്നു. ഇങ്ങനെ പല കാര്യങ്ങൾക്കപ്പുറത്ത് അറസ്റ്റ് ചെയ്യാൻ, തൊടാൻ, എന്തെങ്കിലും തരത്തിൽ വേട്ടയാടാൻ കഴിയാതെ പോകുന്നത് അവരുടെ ഭാഗത്ത് യാതൊരു തെളിവുമില്ലാത്തത് കൊണ്ടല്ലേ എന്ന് ചോദിക്കുന്നു KS അരുൺകുമാർ. ഇത് ഈ നാടകം ഇപ്പം എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. ഒന്നാമത്തെ കാര്യം, ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ആ വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. 2ാം ഘട്ട അന്വേഷണം അത് ഡീൽ ഉറപ്പിക്കുന്നതിൻ്റെ ഭാഗമായുള്ള ബാർഗൈനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അരുൺകുമാർ പറഞ്ഞ ഒരു കാര്യം, അത് ഇപ്പോൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇവിടെ AC മൊയ്തീൻ്റെ വീട്ടിൽ അറസ്റ്റ് നടക്കുന്നത് 2023 ആഗസ്റ്റ് മാസം 22-ാം തീയതി രാവിലെ 7 മണിക്കാണ്. അത് 23-ാം തീയതി ഉച്ചവരെ ആ റെയ്ഡ് നടന്നു.
ആ റെയ്ഡിൽ അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കൾ മുഴുവൻ അവർ അന്വേഷണത്തിൻ്റെ ഭാഗമാക്കി കണ്ടെത്തിയത് അരുൺകുമാർ പറഞ്ഞതുപോലെയല്ല. ഞാൻ ഈ കേസ് കൃത്യമായി ഫോളോ ചെയ്യുന്ന ആളാണ്. അതിനകത്ത് കണ്ടെത്തിയത് 98 ലക്ഷം രൂപയുടെ വിവിധ ബാങ്കുകളിലെ അക്കൗണ്ടാണ്. അത് AC മൊയ്തീൻ്റെ മന്ത്രിയായിരുന്ന കാലത്തെയും MLA ആയിരുന്ന കാലത്തെയും അലവൻസുകൾ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് റിട്ടയർമെൻറ്റ് കാലത്ത് കിട്ടിയതും പ്രൊവിഡൻറ്റ് ഫണ്ടുമായി കിട്ടിയതുമായി ബന്ധപ്പെട്ട തുക ഉൾപ്പെടെ 98 ലക്ഷം രൂപയോളമാണ് വടക്കാഞ്ചേരി ട്രഷറിയിലും തിരുവനന്തപുരം ട്രഷറിയിലും വിവിധ നാഷണലൈസ്ഡ് ബാങ്കുകളിലും അതുപോലെ തന്നെ മച്ചാട് പരസ്പര സഹായ സംഘത്തിലുമായിട്ടുണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ 98 ലക്ഷം രൂപയുടെ കണക്കിൽ 40 ലക്ഷം രൂപ, ആ 40 ലക്ഷം രൂപയുടെ കണക്ക് AC മൊയ്തീന് ഹാജരാക്കാൻ കഴിഞ്ഞില്ല. അത് കഴിയാതിരുന്ന സാഹചര്യത്തിലാണ് അത് താൽക്കാലികമായി മരവിപ്പിച്ചത്. അതിനുശേഷം 120 ദിവസത്തിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായി എഡ്യൂക്കേറ്റഡ് അതോറിറ്റി അത് സ്ഥിരപ്പെടുത്തി. അതെങ്ങനെയാണ് സ്ഥിരപ്പെടുത്തുക? അത് വെറുതെ ആരും കേൾക്കാതെയാണോ സ്ഥിരപ്പെടുത്തുന്നത്? അത് മൊയ്തീൻ്റെ കൂടി വാദം കേട്ടതിന് ശേഷമാണ് സ്ഥിരപ്പെടുത്തിയത്. എന്ന് വെച്ചാൽ ഇപ്പോൾ AC മൊയ്തീൻ്റെ കയ്യിൽ അല്ലെങ്കിൽ ED പിന്നെ കണ്ടുകെട്ടിയ തുക എന്ന് പറയുന്നത് 40 ലക്ഷം രൂപ കള്ളപ്പണമാണ്. അതിന് തെളിവ് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ കേസിൽ കണ്ടെത്തിയിട്ട് ED സംസ്ഥാനത്ത് ഒരു CPM പ്രധാനപ്പെട്ട നേതാവിനെ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതാണ്. ഓക്കെ, അത് ഡീലാണ്. ഞാനതാണ് പറഞ്ഞു വരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് അതാണ്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത് അദ്ദേഹത്തിന്റെ കൂടി വാദം കേട്ടതിന് ശേഷമാണ്. കേരളത്തിലെ ഒരു ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള അക്കൗണ്ട് ഏതാണ്ട് 5 കോടിയോളം രൂപയുണ്ടായിരുന്ന ഒരു അക്കൗണ്ടാണ് മരവിപ്പിച്ചിരിക്കുന്നത്. രാജ്യത്തെ പ്രതിപക്ഷ നിരക്കെതിരായ ആക്രമണങ്ങളുടെ ഒരു പ്രതികാര നടപടിയുടെ ഒക്കെ തുടർച്ചയായിട്ടാണ് CPM അതിനെ കാണുന്നത്. പക്ഷേ കോൺഗ്രസ് കരുവന്നൂരുമായി ബന്ധപ്പെട്ട് തങ്ങൾ ഉയർത്തിയ വാദങ്ങൾ കൂടി സമാനമായി ഉന്നയിക്കുന്നു. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.